Hello techies! Welcome to the world of React. Do you want to know about React hooks? Reactലെ special functions ആണ് hooks that let you use state and other React features without writing a class. React hooks introduce ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ functional componentsന്റെ അവസ്ഥ എന്തായിരുന്നെന്ന് അറിയാമോ? അവർക്ക് സ്വന്തമായി സ്റ്റേറ്റ് മാനേജ് ചെയ്യാനോ ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഹാൻഡിൽ ചെയ്യാനോ ഉള്ള കഴിവുണ്ടായിരുന്നില്ല. ഈ ഒരു ലിമിറ്റേഷൻ കാരണം നമ്മുടെ ഡെവലപ്പേഴ്സ് എല്ലാം ക്ലാസ് കോമ്പണൻസിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയാണെങ്കിൽ ഈ കോംപ്ലക്സ് കോഡ് കാരണം ആകെ ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പോഴാണ് ഫങ്ഷണൽ കോമ്പണൻസിൽ റിയാക്ട് ഹുക്സ് എന്ന ഗെയിം ചേഞ്ചിങ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ ഫങ്ഷണൽ കോമ്പണൻസിന്റെ പവർ കൂടി. അതായത് ക്ലാസ് കോമ്പണൻസിലുള്ള പോലെ സ്റ്റേറ്റ് മാനേജ് ചെയ്യാനും ലൈഫ് സൈക്കിൾ മെത്തേഡ്സ് ഹാൻഡിൽ ചെയ്യാനുമുള്ള കാപ്പബിലിറ്റീസ് ഇവർക്കും കിട്ടി. Next, React hooks you will use the most. Use state, use effect, use ref, use context, use reducer, use memo, use callback, and use layout effect. അങ്ങനെ കഥകളൊക്കെ കഴിഞ്ഞ് കോഡിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. ഫങ്ഷണൽ കോമ്പോണൻസിലെ സ്റ്റേറ്റ് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഹുക്കാണ് useState hook. So, first of all, here we have created a React project using the latest version of Vite. And സ്റ്റൈലിങ്ങിന് Tailwind ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഒന്നും കൂടെ ഒരു മോഡറേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ app.css സ്റ്റൈലിംഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ സ്റ്റൈലിംഗ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് നെഗ്ലക്ട് ചെയ്യാം കേട്ടോ. അതായത് കാര്യമാക്കണ്ട. ഞാൻ ചെയ്യുന്ന സ്റ്റൈലിംഗ് ഒഴികെയുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. കാണുമ്പോൾ ഒരു വൃത്തിയും മെനി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്റ്റൈലിംഗ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അതിൽ ടൈമിനൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഐശ്വര്യമായിട്ട് ഒരു H1 ടാഗ് അങ്ങോട്ട് എഴുതുക. എന്നിട്ട് അതിൽ വെൽക്കം ഗസ്റ്റ് ആൻഡ് ദെൻ നമ്മളൊരു ബട്ടൺ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെക്സ്റ്റ് മെസ്സേജ് മാറണം. ഈ വെൽക്കം ഗസ്റ്റ് എന്നുള്ള ആ ഒരു മെസ്സേജ് മാറിയിട്ട് വേറൊരു ടെക്സ്റ്റ് മെസ്സേജ് വരണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം ആൻഡ് ദെൻ എൻ്റർ ചേഞ്ച് മെസ്സേജ്. ഓക്കെ, ഇനി നമ്മൾ സൈറ്റിൽ വന്ന് നോക്കുന്ന ടൈമിൽ ഹൈ ഇവിടെ ഒരു വെൽക്കം ഗസ്റ്റ് എന്നുള്ള ടെക്സ്റ്റ് മെസ്സേജും അതുപോലെ ചേഞ്ച് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണും കാണാം. ഒരു സെക്കൻഡ്, ഇതിനെയാണ് നമ്മൾ കഴുപ്പ് എന്ന് പറയുന്നത്. സ്റ്റൈലിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാലും നമ്മളത് ചെയ്യും. അതൊക്കെ അത്രേ ഉള്ളൂ. അയവാ, ഇപ്പൊ കുറച്ചുകൂടി അടിപൊളിയായില്ലേ? ഓക്കെ, ഇത് നമ്മൾ സീരിയസ് ആയിരിക്കുകയാണ്. നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഉണ്ട്, ബട്ടൺ ഉണ്ട്. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് മാറണം. നമ്മളിവിടെ ഈ ഒരു ഫങ്ഷണൽ കോമ്പണന്റിനുള്ളിൽ റിട്ടേണിന് മുന്നേ ആയിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. എൻ്റർ കോൺസ്റ്റ് മെസ്സേജ്. ആൻഡ് ദെൻ ഇവിടെ നമ്മൾ ഈ വെൽക്കം ഗസ്റ്റ് എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു മെസ്സേജ് നമ്മൾ ഈ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാണ്. ആൻഡ് ദെൻ ആ ഒരു വേരിയബിളിനെ H1 ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കുക, H1 ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ എഴുതുമ്പോൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ വേണം ആ വേരിയബിളിനെ എൻ്റർ ചെയ്യാൻ. ഓക്കെ, ഇനി നമുക്ക് JS-ൽ ചെയ്യുന്ന പോലെ H1-ന് ഒരു ID കൊടുത്ത് പിന്നെ ഗെറ്റ് എലമെന്റ് ബൈ ID ഒക്കെ യൂസ് ചെയ്ത് ടെക്സ്റ്റ് മെസ്സേജ് ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഡോമിനെ ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നത് പോലെ ആയില്ലേ? അപ്പൊ പിന്നെ റിയാക്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്താ കാര്യം? സോ ഇറ്റ്സ് ബെറ്റർ ടു യൂസ് റിയാക്ട് സ്റ്റേറ്റ് ടു അപ്ഡേറ്റ് ദ UI. സോ അതിന് വേണ്ടിയിട്ട് എൻ്റർ കോൺസ്റ്റ് ഒരു അറേയുടെ ഉള്ളിൽ മെസ്സേജ് സെറ്റ് മെസ്സേജ് ആൻഡ് ദെൻ നമ്മുടെ യൂസ് സ്റ്റേറ്റ്. അതായത് യൂസ് സ്റ്റേറ്റ് റിട്ടേൺ ചെയ്യുന്ന രണ്ട് എലമെന്റ്സ് ആണ് ഈ മെസ്സേജും സെറ്റ് മെസ്സേജും. നമ്മൾ സ്നിപ്പെറ്റ് സെലക്ട് ചെയ്യുക, ഇമ്പോർട്ട് ആയിട്ടുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക കേട്ടോ. ആൻഡ് ദെൻ ഈ യൂസ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊരു ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യണം. നമ്മൾ ഇനീഷ്യൽ വാല്യൂ ആയിട്ട് വെൽക്കം ഗസ്റ്റ് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്.
സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് സ്റ്റേറ്റ് ഫംഗ്ഷനിൽ നിന്ന് ഡീസ്ട്രക്ചർ ചെയ്തിട്ടുള്ള രണ്ട് എലമെന്റ്സ് ആണ് മെസ്സേജ് ആൻഡ് സെറ്റ് മെസ്സേജ്. അതിലെ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് സ്റ്റേറ്റ് വാല്യൂ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഇപ്പൊ വെൽക്കം ഗസ്റ്റ് ആണ് കറണ്ട് വാല്യൂ. ഇനി നമ്മളത് ഹലോ എന്ന് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അതെന്തായി, ആ ഒരു കറണ്ട് സ്റ്റേറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഹലോ ആയി. കണ്ടില്ലേ, ഇവിടെ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് മെസ്സേജ് മാറി, ഹലോ ആയി. അതായത് നമ്മൾ യൂസ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ എന്ത് മെസ്സേജ് ആണോ കൊടുക്കുന്നത് അതാണ് നമ്മുടെ ഇനീഷ്യൽ വാല്യൂ. ആ ഒരു ഇനീഷ്യൽ വാല്യൂ ആണ് നമ്മുടെ മെസ്സേജ് എന്ന് പറയുന്ന വേരിയബിളിൽ സെറ്റ് ആവുന്നത്. ഇനി നമുക്ക് ഒരു പുതിയൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം, ഹാൻഡിൽ ക്ലിക്ക്. ആൻഡ് ഈ ഹാൻഡിൽ ക്ലിക്കിന്റെ ഉള്ളിൽ ഒരു കൺസോൾ ഡോട്ട് ലോഗ് എഴുതാം. ജസ്റ്റ് എൻറ്റർ. ഞാനിപ്പോൾ ഇവിടെ വെൽക്കം സുകന്യ എന്നാണ് എഴുതുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതാം കേട്ടോ. നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൺസോളിൽ ഈ ഒരു മെസ്സേജ് പ്രിന്റ് ആവുന്നുണ്ടോ എന്ന് അറിയണം. അതിനു വേണ്ടിയിട്ട് ബട്ടന്റെ ഉള്ളിൽ ഒരു ഓൺ ക്ലിക്ക് ഇവന്റ് എഴുതാം. എൻറ്റർ, ഓൺ ക്ലിക്ക്. ഇനി ഈ ഒരു ഇവന്റിലേക്ക് നമുക്ക് ആ ഒരു ഫംഗ്ഷനെ പാസ് ചെയ്യാം. നമ്മളിവിടെ കൂടുതലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തതിൽ ഓൺ ക്ലിക്ക് ഇവന്റ് എഴുതി അതിലേക്ക് നമ്മൾ ഹാൻഡിൽ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷനെ പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൺസോളിൽ മെസ്സേജ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൺസോളിൽ എന്താണോ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് അതിവിടെ പ്രിന്റ് ആവുന്നുണ്ട്. പക്ഷെ ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. വെൽക്കം ഗസ്റ്റ് എന്നുള്ള മെസ്സേജ് മാറിയിട്ട് വെൽക്കം സുകന്യ എന്ന് വരണം. അതിനു വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക? ലെറ്റ് സീ. അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സെറ്റ് മെസ്സേജ്, അതായത് യൂസ് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുന്ന ഈ സെറ്റ് മെസ്സേജ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഈ സെറ്റ് മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ് കേട്ടോ. സോ ഈ ഒരു സെറ്റ് മെസ്സേജ് ഫംഗ്ഷന്റെ ഉള്ളിൽ ഞാൻ വെൽക്കം സുകന്യ എന്ന് എഴുതുകയാണ്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. സോ ഔട്ട്പുട്ട് കാണാൻ എല്ലാവരും റെഡി ആണല്ലോ? വെൽക്കം ഗസ്റ്റ് ചേഞ്ച് ടു വെൽക്കം സുകന്യ. ഹൗ ഇൻട്രസ്റ്റിംഗ്. ഇനി ആ 4 വരി കോഡ് ഞാനിവിടെ ക്ലിയർ ചെയ്തിട്ടിട്ടുണ്ട്. എന്തിനാ? പുതിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്താൻ. അതിന് തന്നെ h1 ടാഗിനെ അതുപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട്. ഇനി h1 ടാഗിന്റെ ഉള്ളിൽ ഞാനൊരു സെന്റൻസ് എൻ്റർ ചെയ്യാൻ പോവാണ്. മൈ ഫേവറേറ്റ് ചോക്ലേറ്റ് ഈസ് മഞ്ച് which was launched in 1999 by Nestle in India. So this is my text. ഇതുപോലെ നിങ്ങൾ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യുക. and let's see. സിംപ്ലി നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ വിസിബിൾ ആണ്. യൂസ് സ്റ്റേറ്റിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ് വേരിയബിൾസ് എൻ്റർ ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ഒരു വാല്യൂ ആണ്, ഒരു മെസ്സേജ് ആണ് യൂസ് സ്റ്റേറ്റിൽ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വാല്യൂ നമ്മൾ അവിടെ കണ്ടു. ഇനി നമുക്ക് ഒന്നിൽ കൂടുതൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് വേരിയബിൾസ് ഒരു യൂസ് സ്റ്റേറ്റിൽ എങ്ങനെ എൻ്റർ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പൊ ഇവിടെ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ സെപ്പറേറ്റ് യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് ചോക്ലേറ്റ്, ദെൻ ബ്രാൻഡ്, ദെൻ ലോഞ്ച് ഇയർ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് launched, then set launch എന്ന് പറഞ്ഞിട്ട് ഒരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലായിടത്തും നമ്മൾ ഒരു വാല്യൂ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. സെയിം വാല്യൂ തന്നെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്നത്. ആ ടെക്സ്റ്റിൽ എന്താണോ കൊടുത്തത്, ചോക്ലേറ്റ് മഞ്ചായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ബ്രാൻഡ് എന്ന് പറയുന്നത് നെസ്ലെ ആണ്. ലോഞ്ച് ഇയർ എന്ന് പറയുന്നത് 1999. ഇനി നമുക്ക് ആ ഓരോ വേരിയബിളിനും റിട്ടേണിന്റെ ഉള്ളിൽ കൊടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ 3 വേരിയബിൾസും എൻ്റർ ചെയ്തിരിക്കുകയാണ്.
വേരിയബിൾസ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇവിടെ ചേഞ്ചസ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ട അതേ ടെക്സ്റ്റ് പോലെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്കും കറക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ മൾട്ടിപ്പിൾ യൂസ് സ്റ്റേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരു യൂസ് സ്റ്റേറ്റിൽ തന്നെ ഒരുപാട് സ്റ്റേറ്റ് വേരിയബിൾസ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിന്റെ ഹെൽപ്പോടെ നമുക്കത് ചെയ്യാൻ പറ്റും. സോ അതിനു വേണ്ടി എൻ്റെ ഒബ്ജക്റ്റ് ആൻഡ് ദെൻ അതിൻ്റെ ഉള്ളിൽ ഒരു നെയിം എന്ന് പറയുന്നത് മഞ്ച് വാല്യൂ കൊടുക്കുക. ആൻഡ് ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് നമുക്കിവിടെ നെസ്ലെ ആണ്. ആൻഡ് അതുപോലെ ഇയർ ഓഫ് ലോഞ്ച് 1999 ആ ഒരു ഇൻഫർമേഷനും കൂടെ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, നമുക്ക് ഒരു യൂസ് സ്റ്റേറ്റിൽ തന്നെ മൾട്ടിപ്പിൾ സ്റ്റേറ്റ് വേരിയബിൾസ് എൻ്റർ ചെയ്യാൻ പറ്റും. ഒരു പേഴ്സന്റെ ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരുമിച്ച് കൊടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ യൂസ് സ്റ്റേറ്റിൽ തന്നെ ആ ഒരു പ്രോപ്പർട്ടീസ്, ആ ഒരു സ്റ്റേറ്റ് വേരിയബിൾസ് എൻ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് യൂസ് സ്റ്റേറ്റിന്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി. അപ്പൊ നമ്മളിവിടെ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചോക്ലേറ്റ് ഡോട്ട് നെയിം എന്ന് വേണം മഞ്ചിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ലോഞ്ച് ഇയർ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ചോക്ലേറ്റ് ഡോട്ട് ലോഞ്ച്ഡ് എന്ന് കൊടുക്കണം. അതുപോലെ ബ്രാൻഡ് നെയിം കാണിക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് ഡോട്ട് ബ്രാൻഡ് എന്ന് കൊടുക്കണം. സോ ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്കതിന് ഡോട്ട് വെച്ച് കോൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ് വേരിയബിൾസ് ഒരു യൂസ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി എനിക്കിവിടെ മഞ്ച് മാറിയിട്ട് കിറ്റ്കാറ്റ് കിട്ടണം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഒരു മഞ്ച് എന്നുള്ള ടെക്സ്റ്റ് മാറിയിട്ട് കിറ്റ്കാറ്റ് വരണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ ഒരു ബട്ടന്റെ ഉള്ളിൽ ഒരു ഓൺ ക്ലിക്ക് ഇവന്റിന്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ പാസ് ചെയ്യാണ്. ചേഞ്ച് നെയിം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. ആൻഡ് ദെൻ ആ ഒരു ചേഞ്ച് നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദെൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സെറ്റ് ചോക്ലേറ്റ് എന്നുള്ള ആ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്തിട്ട് അതിൽ ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ നെയിമിൽ കിറ്റ്കാറ്റ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താവും, അവിടെ ഓൾറെഡി നെയിം മഞ്ചായിരുന്നു ഉണ്ടായിരുന്നത്, അത് മാറിയിട്ട് മഞ്ച് മാറി എന്ത് വരും, ലെറ്റ്സ് സീ, കിറ്റ്കാറ്റ് വന്നു. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ ഇയർ എന്ന് പറഞ്ഞ വേരിയബിളും അതുപോലെ തന്നെ ബ്രാൻഡ് നെയിമും കാണാനില്ല. അതെന്താ അങ്ങനെ, നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തതല്ലേ. നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒബ്ജക്റ്റിന്റെ ഉള്ളിൽ നെയിം കിറ്റ്കാറ്റ് സെറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ബ്രാൻഡും ലോഞ്ച് ഡേറ്റ് ഒക്കെ അങ്ങോട്ട് ക്ലിയർ ആയി പോവാണ്. സോ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റയും കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ആ ഒരു ഡാറ്റാസ് മൊത്തം 1 by 1 ആയിട്ട് ഇതിൽ തന്നെ എൻറ്റർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സെറ്റ് ചോക്ലേറ്റിനുള്ളിൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഇടുക. ആൻഡ് ദെൻ അതിന്റെ ഉള്ളിൽ പ്രീവിയസ് നമ്മളൊരു സ്റ്റേറ്റ് ഇടുക. അതായത് പ്രീവിയസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന സ്റ്റേറ്റ്, അതായത് നെയിം മഞ്ച്, ബ്രാൻഡ് നെസ്ലെ, ലോഞ്ച്ഡ് ഇൻ 1999, ആ ഒരു ഫുൾ സെറ്റ്, ആ ഫുൾ സെറ്റിനെയാണ് പ്രീവിയസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിവിടെ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് ഒരു ഷാലോ കോപ്പി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഏതിന്റെ, നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റിന്റെ, പ്രീവിയസ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിന്റെ ഷാലോ കോപ്പി ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് അതുപോലെ എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ ഒരു നെയിം കിറ്റ്കാറ്റ് എന്നുള്ളത് ചേഞ്ച് ചെയ്യുന്നത്. സോ ഇനി നമ്മളിവിടെ ചേഞ്ച് നെയിം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു ബ്രാൻഡ് നെയിമും ഇയറും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ക്ലിക്കിംഗ് കിറ്റ്കാറ്റ് വന്നു. അതുപോലെ ലോഞ്ച്ഡ് ഇൻ 1999 ബൈ നെസ്ലെ ഇൻ ഇന്ത്യ എന്നുള്ളത്, അതായത് ഇയറും ബ്രാൻഡ് നെയിമും അവിടെ കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഫംഗ്ഷന്റെ പാരാമീറ്റർ ആയിട്ട് പ്രീവിയസ് എന്ന് തന്നെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പോൾ ഡാറ്റ എന്നാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ സ്പ്രെഡ് ഓപ്പറേറ്ററിൽ എന്ത് ചെയ്യാം, ഡാറ്റ എന്ന് എൻ്റർ ചെയ്യാം. സോ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ആ ഒരു ഒറിജിനൽ കോപ്പീനെ
ഒരു മോഡിഫിക്കേഷനും ചെയ്യാതെ, ഒറിജിനൽ ഒബ്ജക്റ്റിന് ഒരു മോഡിഫിക്കേഷനും ചെയ്യാതെ പുതിയൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി അടുത്ത സാമ്രാജ്യം കെട്ടിപ്പടുത്തുയർത്താനുള്ള സമയമായി. അതിനുവേണ്ടി H1 ടാഗിലുള്ള കണ്ടന്റ് ക്ലിയർ ചെയ്തിരിക്കുന്നു. H1 ടാഗും ബട്ടൺ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. സാമ്രാജ്യത്തിന്റെ പേര് കൗണ്ട്. നമ്മളൊരു കൗണ്ട് ബട്ടൺ ഇൻക്രിമെന്റ് ചെയ്യുന്ന സമയത്ത് കൗണ്ട് കൂടണം, അത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ സാമ്രാജ്യം. അപ്പൊ നമ്മുടെ ബട്ടന്റെ നെയിം ഒക്കെ ഒന്ന് മാറ്റുക, ഇൻക്രീസ് കൊടുക്കുക. ആൻഡ് അതുപോലെ ഓൺ ക്ലിക്ക് ഇവന്റിൽ നമ്മൾ പാസ് ചെയ്യുന്ന ഫംഗ്ഷന്റെ നെയിം മാറ്റാം, ഇൻക്രിമെന്റ് ഫംഗ്ഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എന്റർ കോൺസ്റ്റ് ഇൻക്രിമെന്റ് ആരോ ഫംഗ്ഷൻ ആൻഡ് ദെൻ നമ്മളൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്, അതായത് കൗണ്ട് എന്നുള്ള ഒരു വേരിയബിൾ ആണ് നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത്. അതിനു വേണ്ടിയിട്ട് ഒരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് ഒരു അറേയുടെ ഉള്ളിൽ കൗണ്ട് ആൻഡ് ദെൻ സെറ്റ് കൗണ്ട്, നമ്മുടെ യൂസ് സ്റ്റേറ്റ് ഫസ്റ്റ് ഇനീഷ്യൽ വാല്യൂ നമ്മൾ 0 ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ കൗണ്ടിന്റെ ഇനീഷ്യൽ വാല്യൂ 0 ആണ്. അതിവിടെ H1 ടാഗിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് ഇൻക്രിമെന്റ് ഫംഗ്ഷൻ സെറ്റപ്പ് ചെയ്യാം. അതിനുവേണ്ടി നമ്മുടെ സെറ്റ് കൗണ്ട് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യാം. ആൻഡ് ദെൻ സെറ്റ് കൗണ്ടിന്റെ ഉള്ളിൽ നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ എൻ്റർ ചെയ്യാണ്. പ്രീവിയസ് പ്ലസ് 1, ദാറ്റ് ഈസ് പ്രീവിയസ് ആയിട്ടുള്ള വാല്യൂ എന്തായിരുന്നോ അതിലേക്ക് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം. അതാണ് നമ്മൾ ഇവിടെ ഇപ്പൊ ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് വാല്യൂ 0 ആണെന്നുണ്ടെങ്കിൽ 1 ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ 0 + 1 ദാറ്റ് ഈസ് 1. ഇവിടെ ഇപ്പൊ നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടല്ലേ കോഡ് എഴുതിയിരിക്കുന്നത്. ഒരു യൂസ് സ്റ്റേറ്റ് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ദെൻ അതുപോലെ ഒരു ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തു. ആ ഫംഗ്ഷനെ ബട്ടന്റെ ഉള്ളിലേക്ക് നമ്മൾ പാസ് ചെയ്തു. ഇത്ര കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബട്ടൺ ഇൻക്രിമെന്റ് ആയി, കൗണ്ട് കൂടി വരും നമ്മൾ എൻ്റർ ചെയ്യുന്നതിനനുസരിച്ച്. ഇനി ഇവിടെ പാരാമീറ്റർ എന്ന് പറയുന്നത് പ്രീവിയസ് തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. അത് ഡാറ്റ എന്നോ കൗണ്ട് എന്നോ എന്ത് കൊടുത്താലും നമുക്ക് സെയിം റിസൾട്ട് ആണ് വരിക. എനിക്കറിയാം നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്നുള്ള കാര്യം, എന്നാലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഇതൊക്കെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനിവിടെ കൗണ്ട് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, കൗണ്ട് +1 കൊടുക്കണം, അത്രയും. പകരം 200 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താവും, കൗണ്ട് 0 എന്നുള്ളത് നേരെ 200ലേക്ക് മാറും. 200, 400 അങ്ങനെയൊക്കെ നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. ഇനി അടുത്തത് ഒരു കുഞ്ഞു ചലഞ്ചാണ്. നമ്മളിവിടെ ഒരു ഇൻക്രീസ് ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ വാല്യൂസ് ഇൻക്രീസ് ആവുന്നുണ്ട്. അതുപോലെ ഒരു ഡിക്രീസ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം, ആൻഡ് ദെൻ വാല്യൂസ് ഡിക്രീസ് ആവണം, കൗണ്ട് വാല്യൂസ് ഡിക്രീസ് ആവണം. സോ ദിസ് ഇസ് ദ ടാസ്ക് ഫോർ യു ആൻഡ് I will wait. Is anyone wondering why the video is paused? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡ് നിങ്ങളെ കൂട്ടാതെ എവിടെയോ ട്രിപ്പ് പോയിരിക്കുകയെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ ഒരു ഡിക്രിമെന്റ് ബട്ടൺ ആയിരുന്നു ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഐ തിങ്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ തന്നെ ആ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, ആൻഡ് ഓൺ ക്ലിക്കിൽ ഒരു ഡിക്രിമെന്റ് ഫംഗ്ഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദെൻ നമുക്കൊരു ഡിക്രിമെന്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് കൗണ്ടിൽ നിന്ന് മൈനസ് ചെയ്യാണ്. നമുക്ക് ഒരു 10 എടുക്കാം. ഓക്കെ, വാല്യൂസ് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും 10 വെച്ചിട്ടാണ്. ഇവിടെ നമുക്ക് ഇൻക്രിമെന്റ് ബട്ടണും ഡിക്രിമെന്റ് ബട്ടണും സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു റീസെറ്റ് ബട്ടണും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതായത് റീസെറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു പ്രീവിയസ് വാല്യൂ, ഇനീഷ്യൽ വാല്യൂ എന്തായിരുന്നു നമ്മൾ യൂസ് സ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു വാല്യൂയിലേക്ക് റീസെറ്റ് ആവുന്നത് പോലെ. ഓക്കെ, അപ്പൊ പ്രീവിയസ് വാല്യൂ നേരെ 0 എന്ന് പറയുന്ന അക്കൗണ്ടിലേക്ക് റീസെറ്റ് ആവും. അപ്പൊ അതിനുവേണ്ടി ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ദെൻ ഓൺ ക്ലിക്കിൽ ആ റീസെറ്റ് ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ നമുക്ക് റീചെക്ക് ചെയ്യാം. ഇൻക്രീസ് ബട്ടൺ യെസ് കറക്റ്റ് ആയിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്,
ആൻഡ് അതുപോലെ ഡിക്രീസ് ചെയ്ത് നോക്കാം. 40, 30, 20, 10, 0, -10. And then reset. Yeah, -10 0 ആയിലേക്ക് റീസെറ്റ് ആയിരിക്കുകയാണ്. നമ്മളിവിടെ ഒരു കൗണ്ടർ ഫംഗ്ഷൻ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട്. ഇനി അതുപോലെ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നതാണ് യൂസ് റെഡ്യൂസർ. Are you ready to tackle the next React hook? യൂസ് റെഡ്യൂസർ കോംപ്ലക്സ് സ്റ്റേറ്റ് മാനേജ്മെന്റിന് യൂസ് ചെയ്യുന്ന ഒരു റിയാക്ട് ഹുക്കാണ് യൂസ് റെഡ്യൂസർ. നമ്മൾ നേരത്തെ യൂസ് സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട് കൗണ്ട് ഫങ്ഷൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു സംഭവം നമ്മൾ ഇനി യൂസ് റെഡ്യൂസർ വെച്ചിട്ട് എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. യൂസ് റെഡ്യൂസറിൽ നമ്മൾ പാസ് ചെയ്യുന്ന 2 പാരാമീറ്റേഴ്സ് ആണ്. ഫസ്റ്റ് വൺ റെഡ്യൂസർ ഫംഗ്ഷൻ ആൻഡ് ദെൻ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഓക്കെ, ഇവിടെ ഒരു റെഡ്യൂസറും സ്റ്റേറ്റും ഞാൻ പാസ് ചെയ്യുന്നുണ്ട്. ഇതിലെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു യൂസർ സ്റ്റേറ്റിലെ ഫങ്ഷൻസിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, യൂസ് റെഡ്യൂസർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ സ്റ്റേറ്റ് ഞാൻ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. കൗണ്ട് 0 ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ യൂസ് റെഡ്യൂസറിന്റെ ഇനീഷ്യൽ സ്റ്റേറ്റ്. ഇനി യൂസ് റെഡ്യൂസർ നമുക്ക് 2 എലമെന്റ്സ് ആണ് ഡീസ്ട്രക്ചർ ചെയ്ത് തരുന്നത്. ആ 2 എലമെന്റ്സ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആൻഡ് അതുപോലെ ഡിസ്പാച്ച്. ഇവിടെ സ്റ്റേറ്റ് എന്താണ്, ഡിസ്പാച്ച് എന്താണെന്നുള്ളത് ഞാൻ ക്ലിയർ ആയി പറഞ്ഞു തരാം. അതിനു മുന്നേ നമുക്ക് ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാം. ആൻഡ് ദെൻ നമ്മളൊരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഡിക്ലെയർ ചെയ്യാണ്. ദാറ്റ് ഈസ് const initial state. ആൻഡ് ദെൻ വാല്യൂ അസൈൻ ചെയ്യാം. നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ആണ് ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ഇനീഷ്യൽ സ്റ്റേറ്റ് ഇവിടെ യൂസ് റെഡ്യൂസറിൽ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് ആർഗ്യുമെന്റ് റെഡ്യൂസർ ഫംഗ്ഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റർ const reducer ആൻഡ് ദെൻ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റേറ്റും അതുപോലെ ഒരു ആക്ഷനും ആണ് അയക്കുന്നത്. ഈ ആക്ഷൻ അനുസരിച്ച് എന്ത് ചേഞ്ചസ് ആണ് സ്റ്റേറ്റിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെയാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ യൂസർ എന്തെങ്കിലും ഒരു ആക്ഷൻ കൊടുക്കുകയാണ്, ഓക്കെ എനിക്ക് അയാളെ ഇടിക്കണം, അങ്ങനത്തേതല്ല. നമ്മൾ കൗണ്ടർ, അതായത് കൗണ്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യണം, നമുക്ക് ഡിക്രിമെന്റ് ചെയ്യണം, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു സംഭവം, ആ ഒരു ആക്ഷൻ ഇവിടെ എന്താണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് സ്റ്റേറ്റ് മാറ്റും. ഇവിടെ ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് യൂസർ ഏതൊരു ആക്ഷൻ കൊടുത്താലും നമ്മളെ കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് +1 ആയിരിക്കണം. 1 ഇൻക്രിമെന്റ് ചെയ്യണം എന്നുള്ള ആ ഒരു കണ്ടീഷനാണ് ഞാൻ ഇവിടെ റെഡ്യൂസർ ഫംഗ്ഷനിൽ പാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കൗണ്ട് എന്ന് പറയുന്നത് 0 ആണെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, നമ്മൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഇൻക്രിമെന്റ് ആവും. 0 എന്നുള്ളത് 1 ആവും. ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, പിന്നെ സ്റ്റേറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ സ്റ്റേറ്റിലെ ഒരു ഒബ്ജക്റ്റിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ കൗണ്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഇൻക്രീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഡിസ്പാച്ച് ഫംഗ്ഷന് കോൾ ചെയ്യണം. സോ അതിനു വേണ്ടി നമ്മുടെ ഇൻക്രിമെന്റ് റിമൂവ് ചെയ്തിട്ട് അതിന് പകരം നമ്മുടെ ഡിസ്പാച്ച് ഫംഗ്ഷൻ എഴുതുക. ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എൻ്റർ ഡിസ്പാച്ച്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ ഡിസ്പാച്ച് ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്തിരിക്കുകയാണ്. സോ ഡിസ്പാച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ റെഡ്യൂസർ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ആ ഫംഗ്ഷനിൽ കൊടുത്തിരിക്കുന്ന ആക്ഷൻ റിലീസ് ആവും. അതായത് കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് +1 ആവും. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഈ 2 ബട്ടൺസ് ജസ്റ്റ് ഒന്ന് കമാൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എറർ അടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നമ്മൾ കോഡിൽ എടുത്ത് നോക്കുമ്പോൾ ഓക്കെ, നമ്മളൊരു റെഡ്യൂസർ യൂസ് ചെയ്തിട്ട് ഒരു ഇൻക്രിമെന്റ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ശരിക്കും നമ്മൾ ഒരു
എന്താ പറയാ, എളുപ്പപ്പണിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഇൻക്രിമെന്റ് ഫംഗ്ഷൻ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ടൈപ്പ് കൊടുക്കണം. അതായത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ ആക്ഷൻ എന്നുള്ളത് നമ്മുടെ റെഡ്യൂസർ ഫംഗ്ഷൻ മനസ്സിലാക്കി കൊടുക്കണമല്ലോ. എന്നാലല്ലേ ഉള്ളൂ അവർക്ക് ഇൻക്രിമെന്റും ഡിക്രിമെന്റും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഡിസ്പാച്ചിന്റെ ഉള്ളിൽ ടൈപ്പ് ഇൻക്രീസിന് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഡിക്രീസ് ബട്ടണും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൽ ഇതുപോലെ ഒരു ഡിസ്പാച്ച് ഫംഗ്ഷൻ എഴുതിയിട്ട് അവിടെ ടൈപ്പ് ഡിക്രീസ് എന്ന് കൊടുക്കുക. ഒന്നുമില്ല, നമ്മൾ ആ ഒരു ആക്ഷൻ ഏതാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ടൈപ്പ് കൊടുക്കുന്നത്. ഓക്കെ, എന്നാലല്ലേ നമ്മുടെ റെഡ്യൂസർ ഫംഗ്ഷൻ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇന്ന ആക്ഷൻ ആണ് നമ്മുടെ യൂസർ പറഞ്ഞിരിക്കുന്നത്, സോ അതിനനുസരിച്ച് ഞാൻ ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് കേസ് ആണ് യൂസ് ചെയ്യുന്നത്. റെഡ്യൂസർ ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മളൊരു സ്വിച്ച് കേസിൽ ആണ് ഈ ആക്ഷൻ ഡോട്ട് ടൈപ്പ് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ആക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ സ്വിച്ച് കേസിൽ എഴുതി വെക്കും. ഓക്കെ, റെഡി? അപ്പൊ നേരെ ഇവിടെ ഒരു സ്വിച്ച് കേസ് എഴുതുക. അതില് ആക്ഷൻ ഡോട്ട് ടൈപ്പ് കേസ് 1. ഫസ്റ്റ് കേസ് ഏതാണ്? ഇൻക്രീസ്. അതായത് കേസ് ഇൻക്രീസ് എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റിനെ ഇൻക്രിമെന്റ് ചെയ്യണം. അതായത് നമ്മൾ നേരത്തെ ചെയ്ത അതേ കണ്ടീഷനാണ്. ഇപ്പൊ റിട്ടേണിന്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന അതേ കണ്ടീഷൻ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യുക. അതായത് കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് പ്ലസ് 1 ആയിരിക്കണം. ഇനി കേസ് 2. കേസ് 2 ഏതാണ്? ഡിക്രീസ് ആണ്, അല്ലെ? അപ്പൊ ഡിക്രീസിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡിക്രീസ് ആണ്, യൂസർ ഡിക്രീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത് കൗണ്ട് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് -1. ഇനി നമ്മുടെ സ്വിച്ച് കേസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യണം. ആക്ഷൻ ഡോട്ട് ടൈപ്പ് ഡിഫോൾട്ട് ആയിട്ട് ഏത് വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്? അതായത് കേസ് ഡിഫോൾട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു സ്റ്റേറ്റ് എന്താണോ ആ സ്റ്റേറ്റിനെ തന്നെ റിട്ടേൺ ചെയ്താൽ മതി. എല്ലാവർക്കും ഇത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തൊരു കുഞ്ഞു ചലഞ്ചാണ്. അതായത് ഇവിടെ ടൈപ്പ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട് ഡിസ്പാച്ചിന്റെ ഉള്ളിൽ. നമ്മൾ മറ്റൊരു പ്രോപ്പർട്ടി എഴുതുകയാണ് പേലോഡ്. അപ്പോൾ യൂസർ ഇൻക്രീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ പേലോഡിൽ കൊടുക്കുന്ന വാല്യൂ ആയിരിക്കണം അവിടെ കാണിക്കേണ്ടത്. അതെങ്ങനെയാ ചെയ്യാം? അതെങ്ങനെയായിരിക്കും ചെയ്യുക? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓക്കെ, ആൻസർ ഞാൻ തന്നെ പറയാം. സിമ്പിൾ ആണ്. നമ്മൾ ആക്ഷൻ ഡോട്ട് ടൈപ്പിൽ ഇൻക്രീസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വാല്യൂ കൗണ്ടിന്റെ വാല്യൂ എന്ത് കൊടുക്കുക? ആക്ഷൻ ഡോട്ട് ടൈപ്പ് കൊടുക്കുക, ആക്ഷൻ ഡോട്ട് പേലോഡ് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇൻക്രീസ് എന്നുള്ള ആ ഒരു ഇൻക്രീസ് എന്ന് പറയുന്ന ടൈപ്പാണ് യൂസർ ക്ലിക്ക് ചെയ്തതെങ്കിൽ നമ്മളെ കൗണ്ട് എന്ന് പറയുന്ന വാല്യൂ നേരെ ആക്ഷൻ ഡോട്ട് പേലോഡിലുള്ള വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ഡിക്രീസ് ബട്ടൺ പിന്നെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത പോലെ തന്നെ ഓരോ വാല്യൂസ് മൈനസ് ചെയ്ത് വരും. അതായത് എന്താണോ കറണ്ട് സ്റ്റേറ്റിലുള്ള വാല്യൂ 1000 ആണെങ്കിൽ 1000 അത് അതിൽ നിന്ന് ഒന്ന് ഡിക്രീസ് ചെയ്ത് പിന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഡിക്രീസ് ചെയ്ത് അങ്ങനെ ഡിക്രീസ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു യൂസ് റെഡ്യൂസർ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ എന്താണ് ആദ്യം ചെയ്തത്? ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ ഒരു റെഡ്യൂസർ ഫംഗ്ഷൻ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദെൻ ഈ രണ്ട് എലമെന്റ്സിനെയും റെഡ്യൂസർ ഫംഗ്ഷനെയും ഇനീഷ്യൽ സ്റ്റേറ്റിനെയും നമ്മൾ ഒരു യൂസ് റെഡ്യൂസർ ഹുക്കിലേക്ക് പാസ് ചെയ്തു. ആൻഡ് ദെൻ അവിടുന്ന് ഒരു സ്റ്റേറ്റ് ഡിസ്പാച്ച് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുകയാണ്. കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റിലുള്ള
സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ആ ഒബ്ജക്റ്റിൽ ഒരു കൗണ്ട് എന്ന പ്രോപ്പർട്ടിയാണ്. സോ അതുകൊണ്ട് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് കൊടുത്തു. ആൻഡ് ദെൻ ഡിസ്പാച്ചിൽ നമ്മൾ ടൈപ്പ് ഇൻക്രീസ് ആണ് കൊടുക്കുന്നത് എങ്കിൽ റിട്ടേൺ ആയിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ഇവിടെ ഇപ്പൊ നമ്മൾ ആക്ഷൻ ഡോട്ട് പേലോഡിലുള്ള വാല്യൂ എന്താണോ ആ വാല്യൂ കൗണ്ടിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതായത് ഈ പേലോഡ് എന്ന് പറയുന്നത് 1000 ആണ് നമ്മൾ കൊടുത്തത്. ആക്ഷൻ ഡിസ്പാച്ചിലുള്ള ആ ഒരു ആക്ഷൻ ഡോട്ട് പേലോഡ് എന്ന് പറയുന്നത് 1000 ആയതുകൊണ്ട് നമ്മുടെ വാല്യൂ കൗണ്ട് വാല്യൂ എന്താവും? 1000 ആവും. അതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇനി ഡിക്രീസിന്റെ കേസിലാണെങ്കിൽ എന്താണോ കറന്റ് സ്റ്റേറ്റ് ആ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് അതിൽ നിന്ന് ഒരു വാല്യൂ മൈനസ് ആവും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു റെഡ്യൂസർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കൗണ്ടർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞതല്ലേ, ചെറിയൊരു ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പം കുറേ നേരം ഇങ്ങനെ വളവളവളാന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. എന്തായാലും റെഡ്യൂസർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളൊരു റീസെറ്റ് ബട്ടൺ കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. ഒന്നും കൂടെ നിങ്ങൾക്ക് സെറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഓൺ ക്ലിക്കിന്റെ ഉള്ളിൽ ഒരു ഡിസ്പാച്ച് ഫംഗ്ഷൻ എഴുതുക. അതിൽ ടൈപ്പ് എന്ന് കൊടുക്കുക, റീസെറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് ഈ റീസെറ്റ് നമ്മൾ എവിടെ കൊടുക്കണം? സ്വിച്ച് കേസിന്റെ ഉള്ളിൽ കൊടുക്കണം. കേസ് 3 ആയിട്ട് നമ്മൾ റീസെറ്റ് കൊടുത്തിരിക്കുകയാണ്. റീസെറ്റ്. ഓക്കെ, അപ്പൊ റീസെറ്റ് ആവേണ്ടത് എങ്ങോട്ടാണ്? കൗണ്ട് വാല്യൂ നേരെ 0യിലേക്ക് റീസെറ്റ് ആവുന്ന പോലെയാണ് കൊടുക്കുന്നത്. ഒന്നുകിൽ അങ്ങനെ കൗണ്ട് 0 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒബ്ജക്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നേരെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് ഇവിടെ വിളിക്കാം. ഓക്കെ, അപ്പൊ അതൊക്കെ അത്രേ ഉള്ളൂ അല്ലെ? അത്രേ ഉള്ളൂ. ഇനി നമ്മൾ നേരെ കടന്നു ചെല്ലാൻ പോകുന്നത് യൂസ് എഫക്ട് റിയാക്ട് ഹുക്ക്. ഫങ്ഷണൽ കോമ്പോണന്റിലെ സൈഡ് എഫക്ട്സ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റിയാക്ട് ഹുക്കാണ് യൂസ് എഫക്ട്. അതായത് ഡാറ്റ ഫെച്ച് ചെയ്യുന്ന ടൈമിൽ, ഡോം അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ, ആ ഒരു ടൈമിലൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂസ് എഫക്ട് ഹുക്ക് യൂസ് ചെയ്യുന്നത്. യൂസ് എഫക്റ്റിനെ പറ്റി കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ മൂപ്പർ ഒരു അടിപൊളി മനുഷ്യനാണ്. നമ്മുടെ ക്ലാസ് കോമ്പോണന്റിൽ ഉണ്ടായിരുന്ന ലൈഫ് സൈക്കിൾ മെത്തേഡ്സിനെ എല്ലാം പകരത്തിന് പകരം വിളിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ യൂസ് എഫക്ട്. നമ്മൾ യൂസ് എഫക്റ്റിന്റെ ഇമ്പോർട്ടൻസ് ക്ലിയർ ആക്കുന്ന ഒരു സിനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഒരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. സെക്കൻഡ്സ്, സെറ്റ് സെക്കൻഡ്സ്. ഇനീഷ്യൽ വാല്യൂ ആയിട്ട് നമ്മൾ 0 ആണ് സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ നമുക്കൊരു സെറ്റ് ഇന്റർവെൽ ക്രിയേറ്റ് ചെയ്യണം. ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. അതായത് അതെന്നെ നമ്മൾ ഓരോ സെക്കൻഡ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കൗണ്ടും അതായത് സെക്കൻഡ്സും ഇൻക്രീസ് ആവണം. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസ് ആവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സെറ്റ് സെക്കൻഡ്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിരിക്കുകയാണ്. അതിൽ പ്രീവിയസ് ഉണ്ടായിരുന്ന വാല്യൂ അതിനേക്കാൾ നമ്മൾ ഓരോ സെക്കൻഡ് കൂടുന്നതിനനുസരിച്ച് 1 ഇൻക്രിമെന്റ് ആവണം. അതാണ് നമ്മുടെ ഒരു ഉദ്ദേശം. ഇനി h1ന്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു സെക്കൻഡ്സ് ഇവിടെ കൊടുക്കുകയാണ്. ടൈം elapsed is seconds. ഇനി എപ്പോഴൊക്കെയാണ് നമ്മുടെ കോമ്പോണന്റ് റീറെൻഡർ ആവുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൺസോൾ ഡോട്ട് ലോഗും കൂടെ കൊടുക്കാം. കൺസോളിന്റെ ഉള്ളിൽ എന്തെങ്കിലും ജസ്റ്റ് ഇന്റർവൽ ക്രിയേറ്റർ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം നമുക്ക്. പണി കിട്ടിയല്ലോ അവറാച്ച. ഇതിപ്പോ റാൻഡ് ആയിട്ടാണ് സെക്കൻഡ്സ് വന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ. 0 1 4 13 28. മണിക്കുട്ടി എങ്ങനെ തോന്നിയ പോലെയാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. സംതിങ് ഈസ് റോങ്. നമ്മുടെ മണിക്കുട്ടീനെ എങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താം? അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് എഫക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എന്റർ യൂസ് എഫക്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം കേട്ടോ യൂസ് എഫക്ട്. അല്ലെങ്കിൽ നമുക്ക് സ്നിപ്പറ്റ് ക്ലിക്ക് ചെയ്താലും മതി. യൂസ് എഫക്ട് എന്ന് അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സ്നിപ്പറ്റ് വരും, അത് സെലക്ട് ചെയ്താൽ മതി. ഇനി ആ യൂസ് എഫക്റ്റിൽ നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദെൻ ആ കോൾ ബാക്ക് ഫംഗ്ഷന് ശേഷം
ഒരു empty array കൂടെ പാസ് ചെയ്യണം. ഈ empty array എന്താണെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ യൂസ് എഫക്റ്റിന്റെ ഒരു ഡിപ്പെൻഡൻസി array ആണെന്ന് മാത്രം മനസ്സിലാക്കുക. അതായത് നമ്മളൊരു കോൾ ബാക്ക് ഫംഗ്ഷനും ഒരു ഡിപ്പെൻഡൻസി array ആണ് യൂസ് എഫക്റ്റിൽ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു സെറ്റ് ഇന്റർവെൽ നമ്മൾ യൂസ് എഫക്റ്റിന്റെ ഉള്ളിൽ കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് കാണാം റാൻഡം വാല്യൂസിന് പകരം ഈവൻ നമ്പേഴ്സ് ആണ് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം റിയാക്ട് സ്ട്രിക്റ്റ് മോഡാണ്. നമ്മുടെ അഡീഷണൽ ചെക്കിങ് വരുന്ന ടൈമിൽ യൂസ് എഫക്റ്റ് 2 വട്ടം ഇൻവോക്ക് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ആ ഒരു സ്ട്രിക്റ്റ് മോഡ് ഡിസേബിൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ വഴിയുണ്ട്. നോക്കിയാലോ, ഇതാ ഇവിടെയാണ് നമ്മുടെ main.jsx നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആപ്പ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു കോമ്പണന്റിനെ സ്ട്രിക്റ്റ് മോഡിൽ നമ്മൾ റാപ്പ് ചെയ്തിരിക്കുകയാണ്. ഒന്നുകിൽ നമുക്ക് ഈ സ്ട്രിക്റ്റ് മോഡിന് സിമ്പിൾ ആയിട്ട് ഇതാ അവിടുന്ന് ഇങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു വെച്ചാൽ ഡബിൾ ചെക്കിങ് ഉണ്ടാവില്ല. ഓക്കെ, അഡീഷണൽ ചെക്കിങ് ഉണ്ടാവില്ല. ഇനി അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ app.jsx എടുക്കുക, എന്നിട്ട് അവിടെ നമ്മുടെ സെറ്റ് ഇന്റർവെലിനെ ഒരു വേരിയബിളിലേക്ക്, ഒരു ഇന്റർവെൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിടുക. ദെൻ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ക്ലിയർ ഇന്റർവെൽ ആണ്. അതായത് ഇവിടെ ഇപ്പോൾ ഓരോ ഇന്റർവെല് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അൺമൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇന്റർവെലിനെ ക്ലിയർ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ റിട്ടേണിൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ ക്ലിയർ ഇന്റർവെൽ ഇൻവോക്ക് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദെൻ ആ ക്ലിയർ ഇന്റർവെലിൻ്റെ ഉള്ളിൽ നമ്മൾ ഇന്റർവെലിനെ പാസ് ചെയ്തിരിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, നമ്മുടെ ഓരോ കമ്പോണന്റ് അപ്പോൾ ക്ലിയർ ആയി പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഈവൻ നമ്പേഴ്സ് പ്രിന്റ് ആയി പോകുന്ന ആ ഒരു ഇഷ്യൂ വരില്ല. ഇപ്പൊ കണ്ടില്ലേ, 0 1 2 3 4 എന്നിട്ട് കറക്റ്റ് ആയിട്ടാണ് പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. യൂസ് എഫക്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഡിപ്പെൻഡൻസി മാനേജ്മെന്റ്. നമ്മൾ നേരത്തെ ഒരു empty array ഡിപ്പെൻഡൻസി ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അതിനെ പറ്റിയാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതൊരു കഥ കേൾക്കുന്ന ലാഘവത്തോടെ നോക്കിയിരുന്നാൽ മതി. അതായത് അത്രയും സിമ്പിൾ ആണ് കാര്യങ്ങൾ. ഞാനിവിടെ 2 യൂസ് സ്റ്റേറ്റ് ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, കൗണ്ട് ആൻഡ് കളർ. ആൻഡ് ദെൻ നമ്മളൊരു യൂസ് എഫക്റ്റിന്റെ ഉള്ളിൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്തിരിക്കുകയാണ്. ഇനി അവിടെ നമ്മൾ ഒരു ഡിപ്പെൻഡൻസി എറേയും പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? അതായത് നമ്മളൊരു ഡിപ്പെൻഡൻസി എറേയും പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, empty ആണ്, വിത്തൗട്ട് ഡിപ്പെൻഡൻസി എറേ. എന്താണ് സംഭവിക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു console.log യൂസ് എഫക്റ്റിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാം. നമ്മളൊരു ഡിപ്പെൻഡൻസി എറേ പോലും യൂസ് എഫക്റ്റിൽ പാസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്ന അറിയാം? എല്ലാ പ്രാവശ്യവും എപ്പോഴൊക്കെ റെൻഡർ ആവുന്നുണ്ടോ, എപ്പോഴൊക്കെ കമ്പോണന്റ് റെൻഡർ ആവുന്നുണ്ടോ, ആ സമയത്ത് എല്ലാം ഈ യൂസ് എഫക്റ്റ് വർക്ക് ആയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആയോ? എപ്പോഴൊക്കെ ആ കമ്പോണന്റിൽ എന്തൊക്കെ ചേഞ്ച് ചെയ്യും, എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ച് വരുമ്പോൾ റീറെൻഡർ ആവുമെന്ന് അറിയാലോ. അപ്പോൾ അത് എവിടെയൊക്കെ റീറെൻഡർ ആവുന്നു ആ ടൈമിലെല്ലാം നമ്മുടെ ഈ ഒരു യൂസ് എഫക്റ്റ് വർക്ക് ആയിക്കൊണ്ടിരിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ കൺസോളിൽ കാണാം, നമ്മൾ കൊടുത്ത മെസ്സേജ് 2 വട്ടം പ്രിന്റ് ആയിട്ടുണ്ട്. ഇതിന് കാരണം നമ്മുടെ സ്ട്രിക്റ്റ് മോഡാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ ആ ഒരു സ്ട്രിക്റ്റ് മോഡ് ഒന്ന് കളയാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനല്ലേ തൊട്ട് മുന്നേ നേരത്തെ പറഞ്ഞത്, അതായത് സ്ട്രിക്റ്റ് മോഡ് കളയാതെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. പക്ഷെ ഇപ്പോൾ നമ്മളിത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൺഫ്യൂഷൻ ഒക്കെ എന്തിനാ വെറുതെ, അത് നമുക്ക് കളഞ്ഞേക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നമ്മുടെ ആ ഒരു മെസ്സേജ് ഒറ്റവട്ടേ പ്രിന്റ് ആയിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാണ്. ഇൻക്രിമെന്റ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴൊക്കെ നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ കൺസോളിൽ മെസ്സേജ് പ്രിന്റ് ആവുന്നുണ്ട്. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? എഫക്ട് വിത്തൗട്ട് ഡിപ്പെൻഡൻസീസ് റൺസ് എവറി റണ്ടർ. ഒരു യൂസ് എഫക്റ്റിൽ നമ്മളൊരു ഡിപ്പെൻഡൻസി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ ഒരു കമ്പോണന്റ് എപ്പോഴൊക്കെ റെൻഡർ ആവുന്നുണ്ടോ ആ ഒരു ടൈമിലെല്ലാം
റൺ ആയിക്കൊണ്ടിരിക്കും. ഇനി നമ്മൾ മറ്റൊരു യൂസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ നമ്മൾ ഒരു കോൾ ബാക്ക് ഫംഗ്ഷനും അതുപോലെ ഒരു എം ടി എറയാണ് പാസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസിൽ നമ്മുടെ യൂസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം മാത്രമാണ് റൺ ആവുക. മനസ്സിലായോ? അതായത് നമ്മൾ ഒരു എം ടി എറയാണ് നമ്മൾ ഡിപ്പെൻഡൻസി ആയിട്ട് കൊടുക്കുന്നത് എങ്കിൽ ആ ഒരു യൂസ് എഫക്റ്റ് ഒരൊറ്റ വട്ടം മാത്രമാണ് റൺ ആവുന്നത്. കൺസോളിൽ ഒരു മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സൈറ്റിൽ വന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ ടൈമിൽ, അതായത് കോമ്പോണന്റ് മൗണ്ട് ചെയ്ത ടൈമിൽ നമുക്ക് രണ്ട് മെസ്സേജും വന്നിട്ടുണ്ട്. വിത്തൗട്ട് ഡിപ്പെൻഡൻസി എറേ എന്നുള്ള ആ ഒരു കേസും ഒരു എം ടി എറേ നമ്മൾ ഡിപ്പെൻഡൻസി ആയിട്ട് പാസ് ചെയ്യുന്ന കേസും, ആ രണ്ട് മെസ്സേജ് നമുക്ക് ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇൻക്രിമെന്റ് ചെയ്യാം. ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മളെ ഫസ്റ്റ് കൊടുത്ത മെസ്സേജ് മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് ഡിപ്പെൻഡൻസി എറേ ഒന്നും കൊടുക്കാത്ത, നമ്മൾ ജസ്റ്റ് ഒരു യൂസ് എഫക്റ്റിൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതിയിട്ടുള്ള ആ ഒരു മെസ്സേജ് മാത്രമാണ് പിന്നീട് വരുന്നത്. ഈ എഫക്ട് വിത്ത് എം ടി എറേ എന്നുള്ള ആ ഒരു മെസ്സേജ് നമുക്ക് പിന്നെ പ്രിന്റ് ആവുന്നില്ല. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? യൂസ് എഫക്റ്റിന്റെ ഉള്ളിൽ നമ്മളൊരു എം ടി എറേ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരൊറ്റ വട്ടം മാത്രമാണ് റൺ ആവുന്നത്. ഇനി അടുത്ത കേസാണ്, യൂസ് എഫക്റ്റിന്റെ ഉള്ളിൽ നമ്മൾ കോൾ ബാക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യുന്നുണ്ട് ആൻഡ് അതുപോലെ എം ടി അറേയുടെ ഉള്ളിൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കുകയാണ്. അതായത് ആ ഒരു സ്പെസിഫിക് വാല്യൂ എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ആ ഒരു ടൈമിൽ മാത്രം നമ്മുടെ ഈ ഒരു യൂസ് എഫക്റ്റ് വർക്ക് ചെയ്താൽ മതി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്, നേരത്തെ നമ്മൾ യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കൗണ്ട് വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്ന ടൈമിലെല്ലാം ഈ യൂസ് എഫക്റ്റ് വർക്ക് ചെയ്യണം. കൗണ്ട് എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ ആ ഒരു ടൈമിലെല്ലാം യൂസ് എഫക്റ്റ് വർക്ക് ചെയ്യണം. ഇനി നമ്മളിവിടെ നോക്കുന്ന സമയത്ത് മൗണ്ടിങ് സ്റ്റേജിൽ 3 മെസ്സേജസും പ്രിന്റ് ആയിട്ടുണ്ട്. അതായത് എഫക്റ്റ് വിത്തൗട്ട് ഡിപ്പെൻഡൻസി, വിത്ത് ആൻ എംപ്റ്റി എറേ ഡിപ്പെൻഡൻസി, അതുപോലെ ഒരു സ്പെസിഫിക് വാല്യൂ ആയിട്ടുള്ള കൗണ്ട് കൊടുക്കുന്ന സമയത്തുള്ളത് 3 പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കൗണ്ട് ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇവിടെ കാണാം 2 മെസ്സേജസ് കറക്റ്റ് ആയിട്ട് പ്രിന്റ് ആവുന്നത്. അത് ഏതൊക്കെയാണ്? അതായത് എഫക്ട് വിത്തൗട്ട് ഡിപ്പെൻഡൻസി, നമ്മൾ ഒരു ഡിപ്പെൻഡൻസി കൊടുക്കാത്ത സമയത്തുള്ള ആ ഒരു മെസ്സേജും, പിന്നെ അതുപോലെ ഒരു മെസ്സേജ് സ്പെസിഫിക് ഡിപ്പെൻഡൻസി നമ്മൾ കൊടുത്തിട്ടുള്ള സമയത്തുള്ള മെസ്സേജ് ഇവിടെ പ്രിന്റ് ആവുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നമ്മൾ എം ടി എറേ ഡിപ്പെൻഡൻസി കൊടുത്ത ആ ഒരു യൂസ് എഫക്റ്റ് മൗണ്ടിങ് സ്റ്റേജിൽ മാത്രമാണ് റൺ ആവുന്നത്. യൂസ് എഫക്റ്റിലെ ഡിപ്പെൻഡൻസി മാനേജ്മെന്റ് ആണ് നമ്മൾ ഇത്ര നേരം നോക്കിയത്. ഫസ്റ്റ് വൺ വിത്തൗട്ട് എ ഡിപ്പെൻഡൻസി എറേ, സെക്കൻഡ് വൺ വിത്ത് an empty dependency array, and third one with a specific dependency array. 3 കേസിലുമുള്ള സ്പെഷ്യൽ സിനാരിയോസ് നമ്മൾ കണ്ടു. എപ്പോഴൊക്കെയാണ് റൺ ആവുന്നത്, നമ്മൾ കൺസോളിൽ മെസ്സേജ് പ്രിന്റ് ആവുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ് എഫക്റ്റിലെ ഡിപ്പെൻഡൻസി മാനേജ്മെന്റ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ഒന്നും കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ, നിങ്ങൾ ഒന്നും കൂടി ഇതൊക്കെ ഒന്നുകൂടി വെരിഫൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്രിസ്റ്റൽ ക്ലിയർ ആവും. ഓക്കെ, ഇനി ഈ ഒരു തേർഡ് കേസിൽ നമുക്ക് വേണമെങ്കിൽ ഒരു കളർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഡിപ്പെൻഡൻസി കൂടെ കൊടുക്കാം. അപ്പൊ ഈ ഒരു കേസിൽ എന്താവും, കളർ അല്ലെങ്കിൽ കൗണ്ട് ചേഞ്ച് ആവുന്ന ടൈമിലെല്ലാം ഈ ഒരു യൂസ് എഫക്റ്റ് റൺ ആവും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഡാറ്റ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ യൂസ് എഫക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സിനാരിയോ ഒന്ന് നോക്കിയാലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് പുതിയൊരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. കോൺസ്റ്റ് യൂസേഴ്സ് സെറ്റ് യൂസേഴ്സ്. യൂസ് സ്റ്റേറ്റിൽ നമ്മൾ ഒരു ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് ഒരു എംപ്റ്റി അറേയാണ് കൊടുക്കുന്നത്. ഇത് ഇവിടെ കണ്ടില്ലേ, ഇവിടെയുള്ള ഈ ഒരു ഡോക്യുമെന്റ് ആണ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആ ഒരു URL കോപ്പി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകിൽ ഇതുപോലെ അടിച്ചു നോക്കുക, ഇല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, ഒരു ഡമ്മി API കിട്ടും. ആൻഡ് ദെൻ നമ്മൾ ആ ഒരു ഡമ്മി APIന്ന് യൂസർ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്തെടുക്കാൻ പോവാണ്. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ യൂസ് എഫക്റ്റ് നമ്മൾ ഡിപ്പെൻഡൻസി ആയിട്ട് എംപ്റ്റി അറേയാണ് പാസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ ഒരു യൂസ് എഫക്റ്റ് ഒറ്റവട്ടം റൺ ആയാൽ മതി. ആൻഡ് ദെൻ അതിൻ്റെ ഉള്ളിൽ യൂസ് എഫക്റ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്യാണ്, കോൺസ്റ്റ് ഫെച്ച് യൂസേഴ്സ്. അതൊരു അസിൻക്രോണസ് ഫംഗ്ഷൻ ആണ്, ബിക്കോസ് നമുക്ക് വാല്യൂസ് ഫെച്ച് ചെയ്തെടുക്കുകയാണ്. സോ അവൈറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, നമ്മളൊരു ട്രൈ ക്യാച്ചിൻ്റെ ഉള്ളിൽ കിട്ടുന്ന റെസ്പോൺസ് എഴുതുകയാണ്. എറർ മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ console.log എറർ മെസ്സേജ് പാസ് ചെയ്യുക. അതായത് എറർ ഫെച്ചിങ് ഡാറ്റ. ആൻഡ് ദെൻ ആ ഒരു എറർ എന്താണെന്നുള്ളത് പാസ് ചെയ്യുക. ഇനി നമ്മുടെ ട്രൈയുടെ ഉള്ളിലാണ് നമ്മുടെ വാല്യൂസ് നമ്മൾ ഫെച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് എൻ്റെ കോൺസ്റ്റ് റെസ്പോൺസ് await. നമ്മൾ ആക്സിയോസ് യൂസ് ചെയ്തിട്ടാണ് HTTP റിക്വസ്റ്റ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിയോസ് ഡോട്ട് ഗെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യുക, ആ ഒരു ഡമ്മി API പേസ്റ്റ് ചെയ്യുക. അതിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ആക്സിയോസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. സോ ഇതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ട് നമുക്ക് ആക്സിയോസ് ഇൻസ്റ്റാൾ ചെയ്യാം. ആക്സിയോസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് npm i axios ആണ്. Just wait, it will take a little bit time. ഓക്കെ, ഇനി നമ്മൾ കമൻറ്റ് ചെയ്തതെല്ലാം അൺകമൻറ്റ് ചെയ്യാം. ആൻഡ് ദെൻ ആക്സിയോസ് ഡോട്ട് ഗെറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു URL പേസ്റ്റ് ചെയ്യുക. ആ ഒരു ഡമ്മി APIയുടെ URL ആണത്. ആൻഡ് ദെൻ നമ്മൾ സെറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുത്ത യൂസ് സ്റ്റേറ്റിലുള്ള ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ആൻഡ് ദെൻ ആ ഒരു സെറ്റ് യൂസേഴ്സിലേക്ക് റെസ്പോൺസ് ഡോട്ട് ഡാറ്റ സെറ്റ് ചെയ്യാം. അപ്പം ഇതിൽ നമുക്ക് ആ ഒരു APIയിലുള്ള ഫുൾ ഡാറ്റ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഫുൾ ഡാറ്റ നമ്മൾ സെറ്റ് യൂസേഴ്സ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് യൂസേഴ്സിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദെൻ നമ്മുടെ ഫംഗ്ഷൻ ഒന്ന് ഇൻവോക്ക് ചെയ്യാം, ഫെച്ച് യൂസേഴ്സ്. ഓക്കെ, നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മറന്നുപോയിട്ടുണ്ട്. ആക്സിയോസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ അതൊന്ന് ഇമ്പോർട്ട് ചെയ്യാം കേട്ടോ. ഫെച്ച് എന്ന് പറയുന്നത് ഒരു ജാവാസ്ക്രിപ്റ്റ് ബിൽറ്റ് ഇൻ മെത്തേഡ് ആയതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഡിഫോൾട്ട് ആയിട്ട് റിയാക്റ്റിൽ ഉണ്ടാവും. ബട്ട് നമ്മുടെ ആക്സിയോസിന്റെ കേസ് അങ്ങനെയല്ല. ആക്സിയോസ് എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി ലൈബ്രറി ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇൻസ്റ്റാൾ ചെയ്ത് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് ദെൻ നമ്മളൊരു യൂസ് സ്റ്റേറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്, ലോഡിംഗ് സെറ്റ് ലോഡിംഗ്. അതായത് ഡാറ്റ ലോഡായിട്ടുണ്ടോ, ലോഡായി കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതൊന്ന് കൺഫർമേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ വാല്യൂ നമ്മൾ ട്രൂ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ട്രൈയുടെ ഉള്ളിൽ നമ്മൾ ഈ ഒരു സെറ്റ് ലോഡിംഗ് ഫംഗ്ഷൻ വിളിക്കുക, ആൻഡ് ദെൻ ഫോൾസ് കൊടുക്കുക.
അതായത് നമുക്ക് ഡാറ്റ എല്ലാം ഫെച്ച് ആയി കിട്ടി വെച്ചാൽ ലോഡിങ് കഴിഞ്ഞു എന്നാണല്ലോ അതിന്റെ മീനിങ്. സോ അതുകൊണ്ടാണ് നമ്മൾ സെറ്റ് ലോഡിങ് ഫോൾസ് ആക്കി വെക്കുന്നത്. ഇനി അതല്ല, എന്തെങ്കിലും എറർ, ഫെച്ചിങ് എറർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് എന്ത് ചെയ്യണം, സെറ്റ് ലോഡിങ് ഫോൾസ് ആക്കി വെക്കണം. കാരണം ആ ഒരു എറർ മെസ്സേജ് നമുക്ക് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ UI ലോഡിങ് ട്രൂ ആണെന്നുണ്ടെങ്കിൽ റിട്ടേണിൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുക. അതായത് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, പേജ് ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു മെസ്സേജ് പാസ് ചെയ്യാം. ഇനി അതല്ല, ലോഡിങ് ട്രൂ മീൻസ് ട്രൂ അല്ല, ഫോൾസ് ആണ്, അതായത് ലോഡിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു യൂസേഴ്സിന്റെ ലിസ്റ്റ് കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു റിട്ടേണിന്റെ ഉള്ളിൽ ഇതുപോലെ ഒരു div ക്രിയേറ്റ് ചെയ്യുക. ഒന്നുകിൽ div ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് react.fragment യൂസ് ചെയ്യാം. ഇത് കുറച്ചുകൂടെ ബെറ്റർ ആണ്, ബിക്കോസ് ലൈറ്റ് വെയിറ്റ് ആണ്, ഇത് എക്സ്ട്രാ നോഡ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ആൻഡ് ദെൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു h1 ടാഗിൽ ജസ്റ്റ് ഒരു യൂസർ ലിസ്റ്റ് എന്ന് എഴുതാം. ആൻഡ് ദെൻ നമ്മൾ ഓരോ യൂസേഴ്സിനെ പ്രിന്റ് ചെയ്ത് കാണിക്കണം. നമ്മുടെ യൂസേഴ്സ് എല്ലാം ഉള്ളത് ഒരു അറേയിലാണ്. അപ്പോൾ നമ്മൾ മാപ്പ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇവിടുന്ന് നമ്മൾ യൂസേഴ്സിനെ കോപ്പി ചെയ്യാണ്. അറേ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, യൂസേഴ്സ് ഡോട്ട് മാപ്പ്. സോ എൻ്റർ in that curly bracket users dot map, and then അതിൽ നിന്ന് നമ്മൾ ഓരോ യൂസറുടെ നെയിം ആണ് ഇപ്പോൾ ആദ്യം പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഇംപ്ലിസിറ്റ് റിട്ടേൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, കേർലി ബ്രാക്കറ്റ്സ് അല്ല, നോർമൽ ബ്രാക്കറ്റ്സ് ആണ്. ആൻഡ് ദെൻ എൻ്റർ ലിസ്റ്റ്. In that list we are entering the user dot name. ഇനി ഇവിടെ നമുക്ക് ഒറ്റ പാരാമീറ്ററേ ഉള്ളൂ, യൂസർ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ബ്രാക്കറ്റ്സ് അൺനെസസറി ആണ്. സോ നമുക്കത് റിമൂവ് ചെയ്യാം. ആൻഡ് ദെൻ വി നീഡ് ടു ഡു വൺ മോർ തിങ്. നമ്മൾ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഒരു കീ ആട്രിബ്യൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എഫിഷ്യൻറ്റ് അപ്ഡേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കീ ആട്രിബ്യൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. യൂസർ ഡോട്ട് ID ആണ് കീ ആട്രിബ്യൂട്ട് ആയിട്ട് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ടൈമിൽ ഈ ലിസ്റ്റ് ഐറ്റംസ് ഒക്കെ കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ റെഡ്യൂസ് അൺനെസസറി റീറെൻഡേഴ്സ്. ഇവിടെ ഇപ്പം നിങ്ങൾക്ക് കാണാം നമ്മുടെ യൂസേഴ്സിൻ്റെ നെയിം എല്ലാം ഇവിടെ പ്രിന്റ് ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് യൂസർ ഡോട്ട് നെയിം. ആൻഡ് ദെൻ നമുക്കിവിടെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇമെയിൽ, യൂസർ നെയിം, അങ്ങനെ നമുക്ക് ഏത് പ്രോപ്പർട്ടി ആണോ വേണ്ടത് എന്നുള്ളത് ആ പ്രോപ്പർട്ടി ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് യൂസർ ഡോട്ട് ഇമെയിൽ ആണെങ്കിൽ ഇമെയിൽ, യൂസർ നെയിം ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ പ്രിന്റ് ചെയ്താൽ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ കോഡ് എടുക്കുക. ആൻഡ് ദെൻ യൂസർ ഡോട്ട് നെയിമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് യൂസർ ഡോട്ട് ഇമെയിലിൽ നിന്ന് ബ്രാക്കറ്റ്സിൽ കൊടുക്കാം. ബ്രാക്കറ്റ്സ് അത് നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ, ഇത് വൃത്തിക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സോ യൂസർ ഡോട്ട് ഇമെയിൽ ഞാൻ എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ റീചെക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ബ്രാക്കറ്റ്സിൽ അവരുടെ ഇമെയിൽ കൂടെ പ്രിന്റ് ആയിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ യൂസ് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു API, ഡമ്മി APIയുടെ ലിസ്റ്റാണ്, നമ്മൾ യൂസേഴ്സിന്റെ ലിസ്റ്റാണ് ഇവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ ആർ ക്രിസ്റ്റൽ ക്ലിയർ. ഇനി നമുക്ക് ഇതെല്ലാം ക്ലിയർ ചെയ്യാം. നമുക്ക് ഏകദേശം യൂസ് എഫക്റ്റിന്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതായത് ഡാറ്റ ഫെച്ച് ചെയ്തെടുക്കാനും ഡൊമൈൻ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ എങ്ങനെയാണ് യൂസ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ക്ലിയർ ആണ്. ഇനി നമ്മൾ അടുത്ത ഹുക്കിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഘാടി നമ്പർ 1, 2, 0. Here's ref. A React hook that creates a mutable reference to store values that persist across renders without causing re-renders. For example, നമ്മുടെ യൂസ് റെഫ് ഒരു ബുക്ക് മാർക്ക് ആണെന്ന് വിചാരിക്കാം. നമ്മളൊരു ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ബുക്ക് മാർക്ക് വെച്ചത് എവിടെയാണോ അവിടെ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മൾ ആ ഒരു ബുക്കിന്റെ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും മാറ്റുന്നില്ല, നമ്മൾ
ആ ഒരു ബുക്ക് മാർക്ക് ആ ഒരു റെഫറൻസ് എവിടെയാണോ വെച്ചത് അവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ യൂസ് റെഫ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു വാല്യൂയുടെ റെഫറൻസ് സ്റ്റോർ ചെയ്യും വിത്തൗട്ട് കോസിങ് എ റീറെൻഡർ ഓഫ് ദ കമ്പോണന്റ്. അതായത് അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കമ്പോണന്റ് റീറെൻഡർ ആവുന്നില്ല. ക്ലിയർ? ഓക്കെ, കുറച്ചുകൂടെ നമുക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ എന്തായാലും പ്രാക്ടിക്കൽസ് ആയിട്ട് ചെയ്ത് നോക്കണം. എൻ്റെ കോൺസ്റ്റ് ഇൻപുട്ട് ഒരു ഇൻപുട്ട് റെഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് യൂസിങ് യൂസ് റെഫ്. ഇനീഷ്യൽ വാല്യൂ നമ്മൾ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അത് നള്ളായിട്ട് തന്നെയാണ് വരിക. പിന്നെ നമുക്കൊരു സ്പെസിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് റെഫ് എന്ന് പറയുന്നത് നള്ളായിട്ട് കൊടുക്കാം. ഇനി നമ്മൾ റിയാക്ട് ഡോട്ട് ഫ്രാഗ്മെന്റിനുള്ളിൽ നമ്മളൊരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ദെൻ അവിടെ ഒരു റെഫ് എൻ്റർ ചെയ്യുക. ആൻഡ് ദെൻ ആ റെഫിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ഒരു ഇൻപുട്ട് റെഫിനെ പാസ് ചെയ്യാണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ ഒരു ഇൻപുട്ട് ബോക്സിന്റെ റെഫറൻസ് ഇൻപുട്ട് റെഫ് എന്ന് പറഞ്ഞ വേരിയബിളിൽ കിട്ടും. ആൻഡ് ദെൻ ഇൻപുട്ട് ബോക്സിന് താഴെയായിട്ട് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. ക്ലിക്ക്. ആൻഡ് ദെൻ ഈ ബട്ടനുള്ളിലായിട്ട് ഒരു ഓൺ ക്ലിക്ക് ഇവന്റ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ ആ ഒരു ഓൺ ക്ലിക്ക് ഇവന്റിൽ നമ്മളൊരു ഹാൻഡിൽ ക്ലിക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഇൻപുട്ട് ബോക്സ് ഫോക്കസ് ആവണം. ഓക്കെ, അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഒരു ഹാൻഡിൽ ക്ലിക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. യൂസ് റെഫ് റിട്ടേൺ ചെയ്യുന്ന ഒബ്ജക്റ്റിലെ ഒരു പ്രോപ്പർട്ടിയാണ് കറന്റ്. സോ യു ക്യാൻ ആക്സസ് ദ ഇൻപുട്ട് ഫീൽഡ് യൂസിങ് ഇൻപുട്ട് റെഫ് ഡോട്ട് കറന്റ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് റെഫ് ഡോട്ട് കറന്റ് ഡോട്ട് ഫോക്കസ് അടിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഇൻപുട്ട് ബോക്സ് ഫോക്കസ് ആയി വരും. ഇവിടെ നമ്മൾ ഡോമിനെ നേരിട്ട് ആക്സസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സൈറ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം, ഇതാ ഇവിടെ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇൻപുട്ട് ബോക്സ് ഫോക്കസ് ആയി വരുന്നത് കാണുന്നില്ലേ, ഒരു ഗ്രീൻ കളർ. അപ്പം നിങ്ങളും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ഇൻപുട്ട് ബോക്സ് ക്ലിയർ ആയി വരും, ഫോക്കസ് ആയി വരുന്നത്. ഇനി നമ്മൾ യൂസ് റെഫ് യൂസ് ചെയ്തിട്ട് മറ്റൊരു സിനാരിയോ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള കോഡെല്ലാം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഇൻപുട്ട് ഫീൽഡ് നമ്മൾ അങ്ങനെ അവിടെ തന്നെ വെക്കുകയാണ്, അത് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദെൻ നമ്മളൊരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ടെക്സ്റ്റ് സെറ്റ് ടെക്സ്റ്റ്. യൂസ് സ്റ്റേറ്റിൽ ഇനീഷ്യൽ വാല്യൂ എംപ്റ്റി സ്ട്രിംഗ് ആയിട്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ സെറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇൻപുട്ട് ബോക്സിൽ എന്തൊക്കെയാണ് നമ്മൾ അടിക്കുന്നത്, എന്തൊക്കെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്, അതെല്ലാം ടെക്സ്റ്റ് എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓൺ ചേഞ്ച് ഇവന്റ് എഴുതിയിരിക്കുകയാണ്. ആ ഇവന്റിൻ്റെ ഉള്ളിൽ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നു. ആൻഡ് ദെൻ ഒരു ഇവന്റ് പാസ് ചെയ്യാണ്. ഇനി നമ്മൾ ഈ ഒരു സെറ്റ് ടെക്സ്റ്റ് ഈ ഒരു ഇവന്റിൻ്റെ ഉള്ളിൽ വിളിച്ചിട്ട് അതിൽ ഇ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ കൊടുത്താൽ നമ്മൾ എന്തെല്ലാമാണോ നമ്മൾ എൻ്റർ ചെയ്യുന്നത് അതെല്ലാം ഈ സെറ്റ് ടെക്സ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റ് എന്ന വേരിയബിളിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ റിട്ടേണിൻ്റെ ഉള്ളിൽ പ്രിന്റ് ചെയ്യാം. ഒരു H1 ടാഗിൻ്റെ ഉള്ളിലാണ്, H1 ഓർ H2 ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളിവിടെ എന്ത് മെസ്സേജ് ആണോ ടൈപ്പ് ചെയ്യുന്നത് ആ ഒരു മെസ്സേജ് ഓൺ ദ സ്പോട്ട് നമ്മുടെ സെറ്റ് ടെക്സ്റ്റ് ഫംഗ്ഷൻ എടുത്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ എന്തൊക്കെ എൻ്റർ ചെയ്യുന്നു, ഹൗ ആർ യു, എന്ത് എൻ്റർ ചെയ്താലും ആ ഒരു യൂസ് സ്റ്റേറ്റിലേക്ക് അതെന്താണ് കണക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് വേരിയബിൾ ഇവിടെ കാണിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഇതേ ഒരു കാര്യം യൂസ്റഫ് യൂസ് ചെയ്തിട്ട് ചെയ്യണം. അത് മാത്രമല്ല നമ്മളൊരു കണ്ടീഷൻ കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ പ്രീവിയസ് വാല്യൂ വേണം പ്രിന്റ് ആവാൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഞാനൊരു HE എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ ഈ എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേയുള്ള വാല്യൂ എന്ന് പറയുന്നത് H അല്ലേ? അപ്പോൾ ആ ഒരു H വേണം നമ്മുടെ യൂസ്റഫിൽ പ്രിന്റ് ആവാൻ. നമ്മളപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ ഒരു യൂസ്റഫ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രീവിയസ് ടെസ്റ്റ് റഫ് ആണ് നമ്മൾ വേരിയബിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് യൂസ് ചെയ്യണം? നമ്മുടെ ആ ഒരു യൂസ്റഫിന്റെ കറന്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു യൂസ് എഫക്റ്റ് ഹുക്കിന്റെ ഉള്ളിലാണ് നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. പ്രീവിയസ് ടെക്സ്റ്റ് റഫ് ഡോട്ട് കറന്റ്. സോ ഇപ്പൊ നമുക്ക് ആ ഒരു ഡോം ആക്സസ് ചെയ്യാനുള്ള എബിലിറ്റി വന്നിരിക്കുകയാണ്. സോ പ്രീവിയസ് ടെക്സ്റ്റ് റഫ് ഡോട്ട് കറന്റിലേക്ക് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് വാല്യൂ അസൈൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് അതുപോലെ യൂസ് എഫക്റ്റിന് ഒരു ഡിപ്പെൻഡൻസി കൊടുക്കുക. ടെക്സ്റ്റ് എപ്പോഴൊക്കെ ചേഞ്ച് ആവുന്നുണ്ടോ ആ ഒരു ടൈമിലാണ് നമ്മളുടെ ഈ ഒരു യൂസ് എഫക്റ്റ് വർക്ക് ആവാൻ പോകുന്നത്. ഓക്കെ, ഇനി റിട്ടേണിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു H2 ടാഗിൽ തന്നെ പ്രീവിയസ് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂസ് റഫിൽ നിന്ന് കിട്ടുന്ന വാല്യൂ കൂടെ പ്രിന്റ് ചെയ്യാം. ഒരു കേർലി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ നമ്മൾ ഈ ഒരു പ്രീവിയസ് ടെക്സ്റ്റ് റഫ് ഡോട്ട് കറന്റ് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഡോട്ട് കറന്റ് എന്നുള്ള പ്രോപ്പർട്ടി എപ്പോഴും കൊടുക്കണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടുള്ളൂ. പലവട്ടം പൂക്കാലം വഴി തെറ്റി പോയിട്ടെന്നൊരു നാൾ. വഴി തെറ്റി, വഴിയിൽ ഇല്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഫുൾ ബാക്ക് അടിക്കാം. നേരെ ബാക്ക് അടിക്കുന്ന സമയത്ത് കറണ്ട് ഇൻപുട്ട് എംപ്റ്റി ആണ്, പക്ഷെ പ്രീവിയസ് ഇൻപുട്ടിൽ P ഉണ്ട്. നമ്മൾ ഇനി ഒരു HE എൻ്റർ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇൻപുട്ടിൽ H ഉണ്ട്, E ഉണ്ട്, പക്ഷെ പ്രീവിയസ് ഇൻപുട്ടിൽ H മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ഹെലോ ക്ലിയർ ആയിട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇൻപുട്ടിൽ കറക്റ്റായി ഹെലോ എൻ്റർ ആയിട്ടുണ്ട്, പക്ഷെ പ്രീവിയസ് ഇൻപുട്ടിൽ ഹെൽ മാത്രമാണ് വന്നിരിക്കുന്നത്, ആ O വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ പ്രീവിയസ് ഇൻപുട്ടിനെ മാത്രം പ്രീവിയസ് ടെക്സ്റ്റ് റഫ് ഡോട്ട് കറന്റിലേക്ക് അസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ സിനാരിയോ കൂടെ നോക്കാം. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഇൻപുട്ടിനെ മാത്രമാണോ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക, അല്ലാതെ വേറെ എലമെന്റ്സിനൊന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന്. നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബട്ടൺ എങ്ങനെയാണ് ആക്സസ് ചെയ്യാന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ഇൻപുട്ട് റഫ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. യൂസ് റഫിൽ നമ്മൾ നള്ളാണ് ഇനീഷ്യൽ വാല്യൂ കൊടുക്കുന്നത്. ആൻഡ് ദെൻ ഒരു ബട്ടനെയാണ് നമ്മൾ ആക്സസ് ചെയ്യാൻ പോകുന്നത്. ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ബട്ടന്റെ കളർ മാറണം. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ റഫ് ഇൻപുട്ട് റഫ് ഇവിടേക്ക് അസൈൻ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ദെൻ ഒരു ഹാൻഡിൽ ക്ലിക്ക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഫോർ ദാറ്റ് എൻ്റർ കോൺസ്റ്റ് ഹാൻഡിൽ ക്ലിക്ക് ആൻഡ് ദെൻ an arrow function. ഓക്കെ, ഇനി ഈ ഒരു ഹാൻഡിൽ ക്ലിക്ക് നമുക്ക് ഓൺ ക്ലിക്ക് ഇവന്റിലേക്ക് പാസ് ചെയ്യണം. നമുക്ക് ഇവിടെ ഒരു കൺസോൾ ഡോട്ട് ലോഗ് കൊടുക്കാം ആദ്യം. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻപുട്ട് റഫ് ഡോട്ട് കറന്റ്, അങ്ങനെയാണ് നമ്മൾ ആ ഒരു ഡോമിനെ ആക്സസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു ഓൺ ക്ലിക്ക് ഇവന്റിൽ ഈ ഒരു ഹാൻഡിൽ ക്ലിക്ക് ഫംഗ്ഷൻ പാസ് ചെയ്യാം. ആൻഡ് ദെൻ നമുക്കൊന്ന് സൈറ്റ് പോയി ചെക്ക് ചെയ്യാം. അപ്പോൾ കൺസോൾ ഡോട്ട് ലോഗിൽ എന്താണ് വന്നിരിക്കുന്നതെന്ന് കാണാൻ എക്സൈറ്റഡ് അല്ലേ? ഓക്കെ, നമ്മളിവിടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ബട്ടൺ കണ്ടില്ലേ, ബട്ടൺ പ്രിന്റ് ആയിരിക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു ബട്ടനെ ആക്സസിബിലിറ്റി ആണ്. നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ബട്ടന്റെ സ്റ്റൈലിങ്ങിൽ ഒരു കളർ എൻ്റർ ചെയ്യും. ആൻഡ് ദെൻ നമ്മളത് ചേഞ്ച് ചെയ്യാൻ പോവാണ്. അപ്പോൾ സ്റ്റൈലിംഗ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഒരു ബട്ടൻ്റെ ഉള്ളിൽ
സ്റ്റൈലിന് എൻ്റർ ചെയ്യാം. ആൻഡ് ഡബിൾ കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ആ ഒരു ബട്ടൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. ഞാനിവിടെ ഇനീഷ്യലി ഗ്രീൻ ആണ് അത് കൊടുക്കുന്നത്. സ്റ്റൈലിംഗ് കൊടുത്തിട്ടുണ്ട് ഗ്രീൻ. ഇനി ഇൻപുട്ട് റെഫ് ഡോട്ട് കറന്റ് ഡോട്ട് സ്റ്റൈൽ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൈൽ ആക്സസ് ചെയ്യാനുള്ള, സ്റ്റൈലിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും. സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി കൺസോളിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ, കൺസോളിൽ ഗ്രീൻ എന്നാണ് പ്രിന്റ് ആയിരിക്കുന്നത്. കാരണം നമ്മൾ കൺസോൾ ഡോട്ട് ലോഗ് അതിൽ ഇൻപുട്ട് റെഫ് ഡോട്ട് കറന്റ് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ബാക്ക്ഗ്രൗണ്ട് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളർ എന്താണോ അതാണ് ഇവിടെ പ്രിന്റ് ആയിരിക്കുന്നത്. ഇനി ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രീൻ കളർ മാറി ബ്ലൂ ആവണം. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഈ നേരെ നമ്മൾ ആ കൺസോളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് നേരെ കോപ്പി ചെയ്യാം. ആൻഡ് ദെൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിവിടെ ടെർണറി ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. അതായത് ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആണ് എന്നുണ്ടെങ്കിൽ നേരെ അതെന്ത് ചെയ്യാം, ബ്ലൂയിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഗ്രീനിലേക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി കോളൻ ഗ്രീൻ. നമുക്ക് നോക്കാം അത് വർക്കിംഗ് ആയിരിക്കും. നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ബ്ലൂയിലേക്ക് ചേഞ്ച് ചെയ്യും. ദെൻ അഗെയിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രീനിലേക്ക് ചേഞ്ച് ചെയ്യും. So now you can see the color changing. Initially the color is green and then while we clicking the button the color is changing to blue and then again it's changing to green. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ യൂസ് റെഫ് യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ്. ഐ തിങ്ക് ഓൾമോസ്റ്റ് നമുക്കൊരു നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇൻപുട്ട് ബോക്സിൽ എങ്ങനെ നമുക്ക് യൂസ് റെഫ് യൂസ് ചെയ്യാം, അതുപോലെ ഒരു ബട്ടണിൽ എങ്ങനെ ഒരു റെഫ് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. അടുത്ത അധ്യായം യൂസ് മെമ്മോ. A React hook that optimizes performance by memoizing the result of a computation and recalculating it only when its dependencies change. സംഭവം എന്താണെന്ന് പിടികിട്ടിയോ? നമ്മൾ ഒരു വാല്യൂവിനെ മെമ്മോയിസ് ചെയ്യണം. അതായത് രണ്ട് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്തു, 2 + 2, ആൻസർ 4 ആണ് വരിക എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ പിന്നെയും നമ്മൾ 2 + 2 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു വട്ടം കാൽക്കുലേറ്റ് ചെയ്ത ശേഷം പിന്നെയും നമുക്ക് സെയിം ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെയും റീകാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള കേസുകളിൽ, ഇൻപുട്ട് സെയിം ആയിട്ട് വരുന്ന കേസുകളിൽ നമുക്കറിയാം ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഔട്ട്പുട്ടിനെ മെമ്മോയിസ് ചെയ്ത് വെക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് റീകാൽക്കുലേഷൻ ആവശ്യം വരില്ല. ഇത് നോക്കുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യാം. num1 set num1 ഇനീഷ്യൽ വാല്യൂ 0 ആണ്. സെയിം ലൈക്ക് നമുക്കൊരു യൂസ് സ്റ്റേറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യണം, num2 set num2. ഇനി എത്ര വട്ടം ഇത് റെൻഡർ ആവുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു യൂസ് സ്റ്റേറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതിന് ശേഷം രണ്ട് ഇൻപുട്ട് ബോക്സ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ആ ഒരു രണ്ട് ഇൻപുട്ട് ബോക്സിലാണ് നമ്മൾ വാല്യൂസ് എൻ്റർ ചെയ്യാൻ പോകുന്നത്. സോ എൻ്റർ ഇൻപുട്ട് ആൻഡ് ദെൻ നമുക്ക് ഈ ഒരു ഇൻപുട്ടിൽ ഒരു ഓൺ ചേഞ്ച് ഇവൻ്റ് ആണ് കൊടുക്കേണ്ടത്. കാരണം ആ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ യൂസർ എന്താണോ വാല്യൂ അടിക്കുന്നത് ആ ഒരു വാല്യൂ ആയിരിക്കണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഓൺ ചേഞ്ചിൽ ഇവൻ്റ് എഴുതുക ആൻഡ് ദെൻ സെറ്റ് num1 നമുക്ക് ആ ഒരു event.target.value എൻ്റർ ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ മറ്റൊരു ഇൻപുട്ട് ബോക്സ് കൂടെ ക്രിയേറ്റ് ചെയ്യാം സെറ്റ് num2 വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ num1 num2 സെറ്റ് ചെയ്തിരിക്കുകയാണ്. യൂസർ എന്താണോ അടിക്കുന്നത് ആ വാല്യൂസ് num1 num2 അസൈൻ ആയിക്കോളും.
ഇനി നമ്മളൊരു ബട്ടൺ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്, കൗണ്ട്. നമ്മൾ എത്ര തവണ നമ്മൾ എപ്പോഴൊക്കെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൗണ്ട് ബട്ടൺ യൂസ് ചെയ്യുന്നത്. കൗണ്ട് ബട്ടൻ്റെ ഉള്ളിൽ ഒരു ഇവന്റ് പാസ് ചെയ്യുക, ഓൺ ക്ലിക്ക് ആൻഡ് ദെൻ സെറ്റ് കൗണ്ട് സെറ്റ് ചെയ്യുക. സെറ്റ് കൗണ്ടിൻ്റെ ഉള്ളിൽ കൗണ്ട് +1, പ്രീവിയസ് കൗണ്ട് എന്താണോ അതൊന്ന് ഇൻക്രീസ് ആവും നമ്മൾ ആ ഒരു കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു വേരിയബിൾ കൂടെ എൻ്റർ ചെയ്യാണ്, കോൺസ്റ്റ് സം num1 + num2. അതായത് ഇൻപുട്ട് ബോക്സിൽ num1 num2 എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് ഉണ്ടാവും, അത് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും സം. ഈ ഒരു സമ്മിന് നമുക്കൊരു h1 ടാഗിൻ്റെ ഉള്ളിൽ കൊടുക്കാം. സോ ഞാൻ ഈ ഒരു രണ്ട് ഇൻപുട്ട് ബോക്സിന് താഴെയായിട്ട് h1 ടാഗിൻ്റെ ഉള്ളിൽ ഒരു കേളി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ സം എൻ്റർ ചെയ്യാണ്. സോ ഐ ക്യാൻ സീ, നൗ ഐ ക്യാൻ സീ ദ സം. നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഓൺ ചേഞ്ചിൽ നമ്മൾ സെറ്റ് num1 e.target.value കൊടുത്തിട്ടുണ്ട്, അത് നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് എറർ അടിക്കും. കാരണം അതൊരു സ്ട്രിംഗ് വാല്യൂ ആണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇനി നമ്മുടെ കമ്പോണന്റ് എപ്പോഴൊക്കെയാണ് റീറെൻഡർ ആവണത് എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു കൺസോൾ കൂടെ കൊടുക്കാം. സോ എൻ്റർ console.log കാൽക്കുലേറ്റിംഗ്. സോ നമുക്ക് ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴൊക്കെയാണ് കാൽക്കുലേഷൻ നടക്കുന്നത് എന്നുള്ളത് കാണാം. കൗണ്ടിൻ്റെ അവിടെ നമുക്ക് ആ ഒരു കൗണ്ട് വേരിയബിൾ കൂടെ എൻ്റർ ചെയ്യാം. ഇനി നമ്മൾ സൈറ്റിൽ വന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു കോമ്പണന്റ് മൗണ്ട് ചെയ്ത സമയത്ത് നമുക്ക് കാണാം അവിടെ കാൽക്കുലേറ്റിംഗ് കൺസോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മളിവിടെ ഒരു കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എംപ്റ്റി ഇൻപുട്ട് ബോക്സ് ആണെങ്കിൽ കൂടെ കാൽക്കുലേറ്റിംഗ് പ്രിന്റ് ആയിരിക്കുകയാണ്, കണ്ടില്ലേ? ഇനി നമ്മൾ ആ ഒരു ബട്ടൺ അഗൈൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റിംഗ് കൺസോളിൽ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇൻപുട്ട് ബോക്സിൽ രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്തു, ആ ഒരു ടൈമിലും കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ആൻഡ് ദെൻ നമ്മൾ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഓൺ ക്ലിക്കിൽ ആ ബട്ടൺ നമ്മൾ അവിടെ ഒരു കൗണ്ട് വേരിയബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഇവിടെ കൗണ്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. ആ ഇൻക്രീസ് ആവുന്നതിനനുസരിച്ച് തന്നെ നമുക്ക് കൺസോളിൽ മെസ്സേജ് പ്രിന്റ് ആവുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു കോമ്പണന്റ് മൊത്തത്തിൽ റെൻഡർ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ കൺസോൾ മെസ്സേജ് നമുക്ക് വരുന്നത്. ഇതെങ്ങനെ നമുക്ക് റിസോൾവ് ചെയ്യാം? ഇതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ യൂസ് മെമ്മോ വന്നിരിക്കുന്നത്. നമുക്ക് യൂസ് മെമ്മോ യൂസ് ചെയ്യാം. യൂസ് മെമ്മോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത്. എൻ്റർ യൂസ് മെമ്മോ, ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ആൻഡ് ദെൻ നമുക്ക് രണ്ട് എലമെന്റ്സ് ആണ് ഇതിൽ പാസ് ചെയ്യാനുള്ളത് പാരാമീറ്റേഴ്സ് ആയിട്ട്. ഫസ്റ്റ് വൺ ഇറ്റ്സ് എ കോൾ ബാക്ക് ഫംഗ്ഷൻ, ആൻഡ് ദെൻ നമുക്കൊരു ഡിപ്പെൻഡൻസി കൂടെ നമുക്ക് പാസ് ചെയ്യണം. നമ്മൾ ഈ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ്റെ ഉള്ളിൽ റിട്ടേണിൽ num1 + num2 എഴുതിയിരിക്കുകയാണ്. സോ നമുക്ക് വാല്യൂ റിട്ടേൺ ആയിട്ട് കിട്ടും. ഇനി ഈ ഒരു num1 + num2 എപ്പോഴൊക്കെയാണോ ചേഞ്ച് വരുന്നത്, num1 or num2 ചേഞ്ച് വരുന്ന ടൈമിലെല്ലാം നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യണം, അതാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് ആ ഒരു കേസിൽ മാത്രമാണോ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു console.log യൂസ് മെമ്മോയുടെ ഉള്ളിലായിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു യൂസ് മെമ്മോ എന്ന് പറയുന്നത്. അതിലൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ടാവും, ഒരു ഡിപ്പെൻഡൻസി അറേ ഉണ്ടാവും. ആ ഡിപ്പെൻഡൻസി അറേയിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും ഏതൊക്കെ വാല്യൂസ് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു യൂസ് മെമ്മോ വർക്ക് ചെയ്യേണ്ടത് എന്ന്. ഇവിടെ നമുക്ക് ഇനീഷ്യലി കാണാം നമ്മുടെ കാൽക്കുലേറ്റിംഗ് മെസ്സേജ് പ്രിന്റ് ആയിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഒരു റിയാക്ഷനും ഇല്ല. ഇവിടെ കൗണ്ട് ഇൻക്രീസ് ആവുന്നുണ്ട്, പക്ഷെ കാൽക്കുലേറ്റിംഗ് മെസ്സേജ് കൺസോളിൽ വരുന്നില്ല. അതിന് കാരണം എന്താണ്? ഇത് നമ്മൾ ഇൻപുട്ട് ബോക്സിൽ 1 എൻ്റർ ചെയ്തു, ആൻഡ് ദെൻ സെക്കൻഡ് ഇൻപുട്ട് ബോക്സിൽ 1 എൻ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് കാണാം കാൽക്കുലേറ്റിംഗ് മെസ്സേജ് 2 വട്ടം പ്രിന്റ് ആയിട്ടുണ്ട്. സം 2 ആണ്. ഇനി നമ്മൾ അഗെയിൻ കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അവിടെ യാതൊരു റിയാക്ഷനും ഇല്ല.
അവര് അവരുടേതായ പാർട്ടിൽ അവിടെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ എപ്പോൾ മാത്രമാണ് നമ്മുടെ കൺസോളിൽ മെസ്സേജ് പ്രിന്റ് ആവുന്നത്? നമ്മൾ ഇൻപുട്ട് ബോക്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുമ്പോൾ മാത്രമാണ്, ആ ഒരു ടൈമിൽ മാത്രമാണ് നമ്മുടെ കൺസോളിൽ മെസ്സേജ് പ്രിന്റ് ആവുന്നത്. അതിനർത്ഥം അതിനർത്ഥം അതന്നെ, ഇത് റീകാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇത്ര വട്ടം ബട്ടൺ ക്ലിക്ക് ചെയ്താലും അവിടെ റീകാൽക്കുലേഷൻ നടക്കുന്നില്ല. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിളും കൂടെ നോക്കാം. കോൺസ്റ്റ് സ്ക്വയർ num1 ആൻഡ് ദെൻ യൂസ് മെമ്മോ യൂസ് ചെയ്യുക, ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ എഴുതുക, ആൻഡ് ദെൻ നമ്മളൊരു ഡിപ്പെൻഡൻസി ആയിട്ട് num1 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി റിട്ടേണിൻ്റെ ഉള്ളിൽ num1 ഇൻറ്റു num1, അതായത് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് ബോക്സിൽ എന്ത് നമ്പർ ആണോ അടിക്കുന്നത് ആ നമ്പറിന്റെ സ്ക്വയർ ആണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ഒരു സ്ക്വയർ num1 നമ്മൾ ഒരു h2 ടാഗിൽ ഇവിടെ കൊടുക്കുകയാണ്. സോ യൂസ് മെമ്മോ യൂസ് ചെയ്തതുകൊണ്ട് തന്നെ num1 എപ്പോഴൊക്കെ ചേഞ്ച് ആവുന്നോ ആ ഒരു ടൈമിൽ മാത്രമാണ് ഈ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുള്ളൂ. ക്ലിയർ? ഓക്കെ, എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണും സം അതുപോലെ സ്ക്വയർ ഓഫ് num1 രണ്ടും ഇപ്പോൾ ഇനീഷ്യലി 0 ആണ്. നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ എൻ്റർ ചെയ്യുന്ന സമയത്ത് കൺസോളിൽ എന്താണ് പ്രിന്റ് ആവുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇൻപുട്ട് ബോക്സിൽ ഒരു 2 എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് മെസ്സേജും പ്രിന്റ് ആയിട്ടുണ്ട്. അതായത് കാൽക്കുലേറ്റിംഗ് എന്നുള്ള മെസ്സേജും സ്ക്വയർ ഓഫ് num1 കാൽക്കുലേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ രണ്ട് മെസ്സേജും പ്രിന്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ഇൻപുട്ട് ബോക്സിൽ മെസ്സേജ് പ്രിന്റ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റിംഗ് എന്നുള്ള മെസ്സേജ് മാത്രമേ പ്രിന്റ് ആയിട്ടുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ രണ്ടാമത് എഴുതിയിട്ടുള്ള ആ യൂസ് മെമ്മോ കോമ്പണന്റ് വർക്ക് ആയിട്ടില്ല. കാരണം എന്താണ്? ഇൻപുട്ട് 1 ചേഞ്ച് ചെയ്തിട്ടില്ല. num1 എന്ന് പറയുന്ന വാല്യൂ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ടാണ് ആ ഒരു console.log വർക്ക് ചെയ്യാതിരുന്നത്. ഇനി കണ്ടില്ലേ, num1 നമ്മൾ എപ്പോഴൊക്കെ ചേഞ്ച് ചെയ്യുന്നോ ആ ടൈമിലെല്ലാം നമ്മുടെ ഈ രണ്ട് കോമ്പണൻസും വർക്ക് ചെയ്യുന്നുണ്ട്. സം എന്ന് പറഞ്ഞ കോമ്പണന്റും വർക്ക് ചെയ്യുന്നുണ്ട്, സ്ക്വയർ ഓഫ് num1 എന്ന് പറയുന്ന കോമ്പണന്റും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു യൂസ് മെമ്മോ. അതായത് നമ്മൾ റീറെൻഡറിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് മെമ്മോ യൂസ് ചെയ്യുന്നത്. അവിടെ വാല്യൂ ആണ് മെമ്മോയ്സ് ആവുന്നത്. സംഭവങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് നമുക്കിനി അടുത്ത റിയാക്ട് ഹുക്കിലേക്ക് പോവാം. ഓക്കെ, ആർ യു റെഡി? Here I'm introducing our next React hook, use callback. A React hook that optimizes performance by memoizing a function and ensuring it is only recreated when its dependencies change. നമ്മൾ യൂസ് മെമ്മോയുടെ കേസിൽ പറഞ്ഞു, ഒരു റിസൾട്ടിനെ അല്ലെങ്കിൽ ഒരു വാല്യൂനെയാണ് നമ്മൾ അവിടെ മെമ്മോയ്സ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ മെമ്മോയ്സ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ സിനാരിയോ നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ SRCയിൽ ഒരു കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്യാണ്. SRCയിൽ ഒരു കമ്പോണൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ അതിനുള്ളിലായിട്ട് ഒരു ചൈൽഡ് കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്യാം. Enter RAFC for creating a functional component. നമ്മൾ അവിടെ ജസ്റ്റ് ചൈൽഡ് കോമ്പണന്റ് ആണെന്ന് മനസ്സിലാവാൻ ഒരു ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്, ചൈൽഡ്. ആൻഡ് ദെൻ നേരെ നമ്മുടെ പാരന്റ് കോമ്പണന്റിലേക്ക് തന്നെ വരിക, അതായത് app.jsxലേക്ക് വരിക. ഇവിടെ എന്നിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ചൈൽഡ് കോമ്പണന്റിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് ദെൻ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു അറേയിൽ ഒരു ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് കൊടുത്തിട്ടുണ്ടാവും. അതായത് ആപ്പിൾ, അങ്ങനെ ഫ്രൂട്ട്സിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ആ ഒരു ആപ്പിൾ എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ഹിസ്റ്ററിയിൽ അത് കാണിക്കണം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് യൂസ്ട്രീറ്റ് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുക. ഫസ്റ്റ് വൺ കൗണ്ട്
ആൻഡ് ദെൻ സെക്കൻഡ് വൺ കോൺസ്റ്റ് query set query. അതായത് നമ്മൾ അടിക്കാൻ പോകുന്ന, നമ്മൾ എൻറ്റർ ചെയ്യാൻ പോകുന്ന ആ ഒരു ക്വറീനെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനീഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് എംപ്റ്റി സ്ട്രിംഗ് ആയിരിക്കും. ഇനി നമ്മളൊരു ഇൻപുട്ട് ബോക്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഇൻപുട്ട് ബോക്സിൽ ഓൺ ചേഞ്ച് ഇവന്റിൽ നമ്മുടെ സെറ്റ് ക്വറി ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. സോ നമ്മൾ എന്തെല്ലാം ആണ് അവിടെ ഇൻപുട്ട് ബോക്സിൽ എൻ്റർ ചെയ്യുന്നത് അതെല്ലാം നമുക്ക് ക്വറി വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കിട്ടും. സോ ഇവന്റ് കൊടുത്തു, ഈ ടാർഗറ്റ് ഡോട്ട് വാല്യൂ കൊടുത്ത് നമ്മൾ സെറ്റ് ക്വറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മുടെ പാരന്റ് കമ്പോണന്റ് എപ്പോഴൊക്കെയാണ് റെൻഡർ ആവുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓൺ ക്ലിക്ക് ഇവന്റിൽ നമ്മൾ ആ ഒരു സെറ്റ് കൗണ്ട് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. ആൻഡ് ദെൻ അതിനുള്ളിൽ കൗണ്ട് പ്ലസ് 1 നമ്മൾ ആ ഒരു കൗണ്ട് എന്നുള്ളത് ഒരു കേളി ബ്രാക്കറ്റ്സിൽ ഇവിടെ കൊടുക്കുന്നു. ഇനി നമ്മൾ ഈ ചൈൽഡ് കോമ്പണന്റ് ഉണ്ടല്ലോ, ഈ ചൈൽഡ് കോമ്പണന്റിലേക്ക് നമ്മൾ പ്രോപ്സ് ആയിട്ട് നമുക്കൊരു ഫംഗ്ഷൻ പാസ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ഫിൽറ്റർ ഫംഗ്ഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ബോക്സിൽ എൻ്റർ ചെയ്യുന്ന ക്വറിയും അതുപോലെ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്, ആ വേർഡ്സും ഈ ക്വറിയും മാച്ച് ആവുന്ന കേസിൽ നമുക്ക് ഹിസ്റ്ററി കാണിക്കും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഫിൽറ്റർ ഫംഗ്ഷൻ. അതിൽ നമുക്കൊരു ഐറ്റംസ് എൻ്റർ ചെയ്യാം. ആൻഡ് ദെൻ റിട്ടേണിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാം. ഓരോ ഐറ്റത്തിനെയും നമ്മൾ ഫിൽറ്റർ ചെയ്തെടുക്കുകയാണ്. item dot to lowercase dot includes query dot to lowercase. അതായത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഐറ്റംസിൽ ഈ ഒരു യൂസർ എൻ്റർ ചെയ്തിരിക്കുന്ന ക്വറി ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരെ ഈ ഒരു ഫിൽറ്റർ ഐറ്റംസ് എന്ന ഫംഗ്ഷനെ നമ്മൾ പ്രോപ്സ് ആയിട്ട് ചൈൽഡ് കോമ്പണന്റിലേക്ക് പാസ് ചെയ്യാണ്. അപ്പം അത് നമ്മൾ ഇങ്ങനെയാണ് പാസ് ചെയ്യുക. ഒരു പാരന്റിൽ നിന്ന് ചൈൽഡിലേക്ക് പ്രോപ്സ് പാസ് ചെയ്യുന്ന രീതിയാണിത്. ഇനി ഈ ഒരു ഫിൽറ്റർ ഐറ്റംസ് ഫംഗ്ഷൻ ചൈൽഡ് കോമ്പണന്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ചൈൽഡ് കോമ്പണന്റ് എടുത്തിരിക്കുകയാണ്. ആൻഡ് ദെൻ നമ്മൾ ഫിൽറ്റർ ഐറ്റംസിനെ ഡീസ്ട്രക്ചർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമ്മളിവിടെ ഒരു array of words ക്രിയേറ്റ് ചെയ്യാണ്. enter just any words, apple, banana, cherry, dates, grapes, like that. ഇതാണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന വേർഡ്സ്. സോ നമ്മൾ ഇൻപുട്ട് ബോക്സിൽ ഇപ്പോൾ ആപ്പിൾ പ്രിന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ മാത്രമായിട്ട് നമുക്ക് ഹിസ്റ്ററിയിൽ പ്രിന്റ് ചെയ്ത് കാണിക്കും. ഇനി നമുക്ക് ഈ ഒരു ഫിൽറ്റേർഡ് ഐറ്റംസിനെ പ്രിന്റ് ചെയ്ത് കാണിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ മാപ്പാണ് യൂസ് ചെയ്യുന്നത്. സോ എൻ്റർ ഫിൽറ്റേർഡ് ഐറ്റംസ് ഡോട്ട് മാപ്പ്. നമ്മൾ ഓരോ ലിസ്റ്റ് ആയിട്ടാണ് ഇത് എൻ്റർ ചെയ്യുന്നത്. മാപ്പിൻ്റെ ഉള്ളിൽ എൻ്റർ ഐറ്റം, ആൻഡ് ദെൻ ഈ ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു കീവേഡ് കൊടുക്കണം. കീവേഡ് ആയിട്ട് ഞാൻ ഇൻഡെക്സ് ആണ് കൊടുക്കുന്നത്. സോ നമ്മളൊരു പാരാമീറ്ററും കൂടെ പാസ് ചെയ്യാം, ഇൻഡെക്സ്, ആൻഡ് ദെൻ ആ ഒരു ഐറ്റം കൂടെ ഒരു കേളി ബ്രാക്കറ്റ്സിൽ പ്രിന്റ് ചെയ്യാം. നമ്മൾ ഇത്രയും നേരം ചെയ്തിരിക്കുന്നത് രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഒരു കോമ്പണൻറ്റിൽ നമ്മൾ ഫിൽറ്റേർഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ആൻഡ് ആ ഒരു ഫംഗ്ഷൻ ചൈൽഡ് കോമ്പണന്റിലേക്ക് പ്രോപ്സ് വഴി പാസ് ചെയ്തു. ആൻഡ് ദെൻ ചൈൽഡ് കോമ്പണന്റിൽ നമ്മൾ അതിനെ യൂസ് ചെയ്തിരിക്കുകയാണ്. ഐറ്റംസ് എന്ന് പറഞ്ഞ ഒരു array നമ്മൾ ഇതിലേക്ക് പാസ് ചെയ്തു. ആൻഡ് ദെൻ നമ്മളൊരു ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. ആൻഡ് ദെൻ അതിനനുസരിച്ച് ഓരോ ഐറ്റംസ് പ്രിന്റ് ആവുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാം. നമ്മളിവിടെ ഒരു എന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് വേർഡ്സ് ലെറ്റേഴ്സ് എ ഉള്ള വേർഡ്സ് എല്ലാം ഇവിടെ പ്രിന്റ് ആയിരിക്കുകയാണ്. ഇനി പി എന്ന് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആപ്പിളും
ഗ്രേപ്സും കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ ഈ PP എന്ന് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആപ്പിൾ മാത്രമാണ് അവൈലബിൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡോട്ട് ഇൻക്ലൂഡ്സിൽ അത് ചെക്ക് ചെയ്യാണ് നമ്മൾ അടിക്കുന്ന ക്വറി അതിലുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിവിടെ പ്രിന്റ് ആവും, ഇല്ലെങ്കിൽ പ്രിന്റ് ആവില്ല. നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ ചിലപ്പം ഈ ഒരു ആപ്പിൾ ചെറി എന്ന് പറയുന്നത് ഇവിടെ പ്രിന്റ് ആയി കിടക്കുന്നുണ്ടാവില്ല. അതിനുള്ള കാരണം നിങ്ങൾ ഇംപ്ലിസിറ്റ് റിട്ടേൺ ആയിരിക്കില്ല യൂസ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങളിവിടെ കേളി ബ്രാക്കറ്റ്സിന് പകരം നിങ്ങളിവിടെ നോർമൽ ബ്രാക്കറ്റ്സിന് പകരം കേളി ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ അവിടെ പ്രിന്റ് ആയി കിട്ടില്ല. ഓക്കെ, അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. ഇംപ്ലിസിറ്റ് റിട്ടേൺ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിന്നെ കേളി ബ്രാക്കറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു റിട്ടേൺ എന്നുള്ളത് എക്സ്ട്രാ എഴുതേണ്ടി വരും. ചൈൽഡ് കോമ്പണന്റിന്റെ ഉള്ളിൽ നമ്മളൊരു യൂസ് എഫക്റ്റ് ഹുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണ്. ആൻഡ് ദെൻ അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു കൺസോൾ എഴുതുകയാണ്. ദാറ്റ് ഈസ് ചൈൽഡ് കോമ്പണന്റ് ഈസ് റീറെൻഡേർഡ്. നമ്മുടെ പാരന്റ് കോമ്പണന്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴൊക്കെയാണ് ഈ ചൈൽഡ് കോമ്പണന്റ് റെൻഡർ ആവുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം app.jsxൽ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പാരന്റ് കോമ്പണന്റിൽ. ഇവിടെ കാണാം റീറെൻഡഡ് പാരന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം കമ്പോണന്റ് ആണ് എന്ന് വർക്ക് ആവുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ചൈൽഡ് കോമ്പണന്റ് കൂടെ റീറെൻഡേഡ് ആവുന്നുണ്ട്. അതെങ്ങനെ? നമ്മൾ ഈ ബട്ടൺ കൊടുത്തിരിക്കുന്നത് പാരന്റിലാണ്. പാരന്റിൽ ഈ ബട്ടൺ വേറെ ഒരു കണക്ഷനും ഇല്ല നമ്മുടെ ഈ ഒരു ചൈൽഡ് കമ്പോണന്റുമായിട്ട്. പക്ഷെ നമ്മൾ പാരന്റ് കോമ്പണന്റിൽ ചൈൽഡിനെ മൗണ്ട് ചെയ്തതുകൊണ്ടാണ് ഇവിടെ റീറെൻഡേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ ആവശ്യമില്ലാതെ റീറെൻഡർ ആവുന്നത് തടയണം. ബിക്കോസ് വി നീഡ് ടു ഒപ്റ്റിമൈസ് ദ പെർഫോമൻസ് ഓഫ് അവർ വെബ്സൈറ്റ്സ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് കേസ് react.memo യൂസ് ചെയ്യാം. ഒരു കോമ്പണന്റിനെ മെമ്മോയിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ react.memo യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കമ്പോണന്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ മാത്രമേ ഉള്ളൂ ആ കോമ്പണന്റ് റീറെൻഡർ ആവുള്ളൂ. ഇനി നമ്മുടെ app.jsxൽ വന്നിട്ട് നമ്മുടെ യൂസ് കോൾ ബാക്ക് യൂസ് ചെയ്യാം. യൂസ് കോൾ ബാക്കിൽ രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഒന്നൊരു കോൾ ബാക്ക് ഫംഗ്ഷനും ഒന്നൊരു ഡിപ്പെൻഡൻസിയും. അപ്പം നമ്മളിവിടെ എഴുതിയിട്ടുള്ള ആ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ അങ്ങോട്ട് നമ്മുടെ ഒരു യൂസ് കോൾ ബാക്കിൽ കൊടുക്കുക. ആൻഡ് ദെൻ അതുപോലെ ഒരു ഡിപ്പെൻഡൻസി കൊടുക്കണം. ആ ഒരു ഡിപ്പെൻഡൻസി അറേയിൽ നമുക്ക് ക്വറി കൊടുക്കാം. അതായത് ക്വറി എപ്പോഴൊക്കെയാണോ ചേഞ്ച് ആവുന്നത് ആ ഒരു ടൈമിൽ മാത്രം നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്താൽ മതി. ഇനി ഇവിടെ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം കൗണ്ട് ഇൻക്രീസ് ആവുന്നുണ്ട്, പക്ഷെ മെസ്സേജ് ഒന്നും കൺസോളിൽ പ്രിന്റ് ആവുന്നില്ല. പക്ഷെ നമ്മൾ ഇൻപുട്ട് ബോക്സിൽ എന്തെങ്കിലും എൻ്റർ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടൈമിൽ ചൈൽഡ് കോമ്പണന്റ് റീറെൻഡർ ആവുന്നുണ്ട്. അതായത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്തതിൽ പെർഫോമൻസ് ഒപ്റ്റിമൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്ന റിയാക്ട് ഹുക്സ് ആണ് യൂസ് മെമ്മോ, യൂസ് കോൾ ബാക്ക്. യൂസ് മെമ്മോയുടെ കേസിൽ അതൊരു വാല്യൂവിനെയാണ് മെമ്മോയിസ് ചെയ്യുന്നതെങ്കിൽ യൂസ് കോൾ ബാക്ക് ഫങ്ഷൻസിനെയാണ് മെമ്മോയിസ് ചെയ്യുന്നത്. നമ്മളൊരു മറ്റൊരു ടേം കൂടെ കണ്ടു, അതായത് react.memo. അതൊരു റിയാക്ട് ഹുക്ക് അല്ല, പക്ഷെ ഒരു HOC ആണ്, ഒരു ഹയർ ഓർഡർ കോമ്പണന്റ് ആണ്. അത് എന്താ ചെയ്യുന്നത്? ഇറ്റ് മെമ്മോയിസസ് ദ കോമ്പണന്റ്സ്. ഇനി മറ്റൊരു ടേം കൂടി ഉണ്ട്, നമ്മുടെ യൂസ്ഡ്. ഇറ്റ് പെർസിസ്റ്റ് മ്യൂട്ടബിൾ വാല്യൂസ് വിത്തൗട്ട് റീറെൻഡേഴ്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു ഓവർവ്യൂ കൊടുത്തതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത ഹുക്കാണ് യൂസ് കോണ്ടെക്സ്റ്റ്. A React hook used to consume the context inside functional components. യൂസ് കോണ്ടെക്സ്റ്റിന്റെ കറക്റ്റ് ഒരു സിനാരിയോ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം
നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കോമ്പണൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നെയിം ബാർ, ഫൂട്ടർ, ബോഡിയിൽ ഇഷ്ടംപോലെ കോമ്പണൻസ് ഉണ്ടാവും. അപ്പൊ നമുക്കൊരു ഡാറ്റ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ കോമ്പണന്റിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പാരന്റിന്റെ ഉള്ളിൽ കൊടുത്തിട്ട് പിന്നെ അതിനെ ചൈൽഡിന്റെ ഉള്ളിൽ കൊടുത്ത് പിന്നെ ആ പ്രോപ്സ് പിന്നെയും അതിന്റെ ഉള്ളിൽ ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ ആ ചൈൽഡിലേക്ക് പാസ് ചെയ്ത് അങ്ങനെ ഇത് പാസ് ചെയ്ത് നമ്മൾ ആ ഒരു ഡാറ്റ കൊടുക്കണം. അങ്ങനെ ഡാറ്റ കൊടുക്കുമ്പോൾ എന്താണ്? ഇപ്പോൾ ഒരുപാട് നെസ്റ്റഡ് കോമ്പോണൻസ് ഉണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രോപ്സ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞിട്ട്. ഇനി അഥവാ കേട്ടിട്ടില്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പ്രോപ്സ് ഡ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ ഒരു ഡാറ്റ പ്രോപ്സിനെ നമ്മൾ മൾട്ടിപ്പിൾ കമ്പോണൻസിലേക്ക്, നെസ്റ്റഡ് കമ്പോണൻസിലേക്ക് നമ്മളിങ്ങനെ പാസ് ചെയ്യുന്നതിനെയാണ് പ്രോപ്സ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ കമ്പോണന്റിലേക്ക് അയക്കുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ള ഒരു കമ്പോണന്റിൽ മാത്രം ആ ഡാറ്റ കിട്ടിയാൽ പോരെ. അല്ലാതെ മറ്റെല്ലാ കമ്പോണന്റിലും പാരന്റ് കമ്പോണന്റിലും കവർ ചെയ്ത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ കമ്പോണന്റിൽ എത്തേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു സിനാരിയോ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കമ്പോണന്റിനുള്ളിൽ ഇഷ്ടംപോലെ നെസ്റ്റഡ് ആയിട്ട് കോമ്പണൻസ് കിടക്കുകയാണ്. എനിക്ക് ഈ ഒരു ഗ്രീൻ കളറിലുള്ള കോമ്പണന്റിലേക്കാണ് ഡാറ്റ എത്തിക്കേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഡാറ്റ പാസ് ചെയ്യേണ്ടത്. അപ്പൊ നോർമലി നമ്മൾ എങ്ങനെയാ ചെയ്യാം? നമ്മൾ നോർമലി ചെയ്യുന്നത് ഇപ്പോൾ ഒരു പാരന്റ് ഉണ്ടെങ്കിൽ ആ പാരന്റിൽ നിന്നും ചൈൽഡിലേക്ക് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് പാസ് ചെയ്യും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർ ഫംഗ്ഷൻ ആ ഒരു പ്രോപ്സ് പാസ് ചെയ്യും. ആൻഡ് ദെൻ ചൈൽഡിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ഉള്ളിലെ ചൈൽഡിലേക്ക് കൊടുക്കും. അങ്ങനെ ചൈൽഡിലേക്ക് എത്തി എന്ത് ചെയ്യും? ആ ഒരു ഗ്രീൻ കളറിലേക്ക്, ഗ്രീൻ കോമ്പണന്റിലേക്ക് ഡാറ്റ എത്തും. പക്ഷെ ഇതിനു വേണ്ടി കുറെ സമയം എടുക്കുന്നുണ്ട്. മീൻസ് ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. പക്ഷെ അതിന് പകരം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരു കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ അവിടെ വാല്യൂസ് സ്റ്റോർ ചെയ്യാം. അവിടെ ആ ഒരു സ്റ്റേറ്റിനെ സ്റ്റോർ ചെയ്യാം. ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്തിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള കമ്പോണന്റിൽ മാത്രമായിട്ട് നമ്മൾ ആ ഒരു സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യാണ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇഷ്യൂ വരുന്നില്ല. കണ്ടോ, നെസ്റ്റഡ് ആയിട്ട് നമുക്ക് ആ ഒരു ഗ്രീൻ ഡോട്ട് പ്രോപ്സിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ദെൻ അപ്പൊ നമുക്ക് ഇങ്ങനെ നെസ്റ്റഡ് ആയിട്ട് അയക്കാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഇതുപോലെ മറ്റൊരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ ഒരു സ്റ്റേറ്റിനെ അവിടെ സ്റ്റോർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ ഒരു സ്റ്റേറ്റ് നമുക്ക് ആവശ്യമുള്ള കോമ്പണന്റിലേക്ക് മാത്രമായിട്ട്, ആ ഒരു പെർട്ടിക്കുലർ കോമ്പണന്റിലേക്ക് മാത്രമായിട്ട് വിളിക്കും. അപ്പൊ ഈ ഒരു സംഭവമാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് API നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്സ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ആ ഒരു ക്രിയേറ്റ് ചെയ്ത കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. പ്രൊവൈഡിങ് സ്റ്റേജ് എന്ന് പറയും. ആൻഡ് തേർഡ് എന്ന് പറയുന്നത് യൂസ് കോണ്ടെക്സ്റ്റ്. അതായത് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഓർ ആ ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ നമുക്ക് അതിനെ യൂസ് ചെയ്യണമല്ലോ. അപ്പൊ അതാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. അപ്പൊ ഈ ഒരു 3 സ്റ്റെപ്പ് കവർ ചെയ്താൽ നമുക്ക് കോണ്ടെക്സ്റ്റ് API എന്താണെന്നുള്ളത് ക്ലിയർ ആവും. അപ്പൊ നമുക്ക് നേരെ ഇനി കോഡിലേക്ക് പോകാം. നമ്മളിവിടെ ആദ്യം തന്നെ ഒരു കോമ്പണന്റ് ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. neighbor.jsx കമ്പോണൻസിന്റെ ഉള്ളിലായിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദെൻ നമ്മളൊരു നെക്സ്റ്റ് കോമ്പണന്റ് ക്രിയേറ്റ് ചെയ്യാണ്, ഫൂട്ടർ. അത് നമ്മൾ കമ്പോണൻസിന്റെ ഉള്ളിൽ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദെൻ enter RFC for creating functional component. ഇനിയാണ് നമ്മുടെ മെയിൻ ആണ് വരുന്നത്. ദാറ്റ് ഈസ് കോണ്ടെക്സ്റ്റ്. കമ്പോണൻസിന്റെ ഉള്ളിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, കോണ്ടെക്സ്റ്റ്. ആൻഡ് ദെൻ അതിനുള്ളിലായിട്ട് ഒരു team context.jsx ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇനി എവിടെയാണ് നമ്മൾ കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്? കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ enter const team context and then നമ്മുടെ ഫംഗ്ഷൻ
ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ്. ജസ്റ്റ് ആ ഒരു സ്നിപ്പറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ എല്ലാ കോമ്പണൻസിനും നമുക്ക് ഈ ഒരു ഡാറ്റ പ്രൊവൈഡ് ചെയ്യണം. സോ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് തീം കോണ്ടെക്സ്റ്റ് പ്രൊവൈഡർ. അതാണ് നമ്മുടെ ഫംഗ്ഷൻ. ആൻഡ് ദെൻ അതിനുള്ളിലായിട്ട് ഞാനൊരു യൂസ് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, തീം സെറ്റ് തീം. നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനാരിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പോണന്റിന്റെ, അതായത് നമ്മുടെ നെയ്ബർ കമ്പോണന്റിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യണം. അതാണ് നമ്മുടെ സിനാരിയോ. സോ അതിനു വേണ്ടി നമ്മൾ ഇനീഷ്യലി ഒരു ഗ്രീൻ വാല്യൂ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ നമുക്കൊരു ടോഗിൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. അതായത് ബട്ടൺ ടോഗിൾ ആവുന്ന സമയത്ത് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് വേണ്ടിയിട്ട് എൻ്റെ കോൺസ്റ്റ് ടോഗിൾ തീം എന്താ നമ്മളുടെ സെറ്റ് തീം ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാം. ഇനി നമ്മുടെ തീം ഗ്രീൻ ആവുന്ന ടൈമിൽ നമ്മളിവിടെ ടെർണറി ഓപ്പറേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ തീം എന്ന് പറയുന്നത് ഗ്രീൻ ആവുന്ന ടൈമിൽ അതിനെ നമ്മൾ റെഡ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. ആൻഡ് ദെൻ റെഡ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആയിട്ട് അതിനെ ചേഞ്ച് ചെയ്യണം. സോ ഇത്രയാണ് നമ്മൾ ഇപ്പൊ കൊടുത്തിരിക്കുന്നത്. ഒരു യൂസ് സ്റ്റേറ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ടോഗിൾ തീം. ഇനി നമുക്ക് ഒരു പ്രൊവൈഡർ ഈ കമ്പോണൻസിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് റിട്ടേണിന്റെ ഉള്ളിൽ നമുക്ക് റിയാക്ട് ഡോട്ട് ഫ്രാഗ്മെന്റ് യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ ഓൾറെഡി ഒരു റാപ്പ് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ എഴുതിയിട്ടുള്ള തീം കോണ്ടെക്സ്റ്റ് എഴുതുക. ആൻഡ് ദെൻ ഡോട്ട് പ്രൊവൈഡർ. ഇനി ഈ ഡോട്ട് പ്രൊവൈഡറിന്റെ ഉള്ളിൽ നമുക്ക് ഓരോ കമ്പോണന്റിനും പാസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചിൽഡ്രനെ ഇവിടെ ഈ തീം കോണ്ടെക്സ്റ്റ് പ്രൊവൈഡറിൽ പാസ് ചെയ്യാണ്. ഒരു കേളി ബ്രാക്കറ്റ്സിലായിട്ട് ചിൽഡ്രൻ എന്ന് പാസ് ചെയ്യുക. ആൻഡ് ദെൻ ആ ഒരു ചിൽഡ്രനെ ഇവിടെ ഈ തീം കോണ്ടെക്സ്റ്റ് ഡോട്ട് പ്രൊവൈഡറിന്റെ ഉള്ളിലായിട്ട് റാപ്പ് ചെയ്യാം. ഇനി നമ്മൾ മറ്റ് കമ്പോണൻസിലേക്ക് കൊടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് തീം അതുപോലെ ഈ ടോഗിൾ തീം ഫംഗ്ഷൻ ആണ്. അപ്പൊ ഒരു ഡബിൾ കേളി ബ്രാക്കറ്റ്സിന്റെ ഉള്ളിലായിട്ട് തീം അതുപോലെ തന്നെ ടോഗിൾ തീം ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്യണം. ഇനി നമുക്ക് ഈ രണ്ട് എലമെന്റ്സിനും എക്സ്പോർട്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഞാൻ തീം കോണ്ടെക്സ്റ്റിനെയാണ് എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദെൻ തീം കോണ്ടെക്സ്റ്റ് പ്രൊവൈഡറിനെ എക്സ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു തീം കോണ്ടെക്സ്റ്റ് പ്രൊവൈഡറിനെ എല്ലാ കോമ്പോണൻസിലും പ്രൊവൈഡ് ചെയ്യണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിന് വേണ്ടി നമുക്ക് app.jsx ഒന്ന് ഓക്കെ, ഇവിടെ നമ്മൾ ഫങ്ഷണൽ കോമ്പോണന്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ main.jsx എടുക്കുക. ആ main.jsxൽ നമ്മുടെ ആപ്പ് കമ്പോണന്റ് ഉണ്ടല്ലോ, ആ ഒരു ആപ്പ് കമ്പോണന്റിനെ നമ്മൾ ഈ ഒരു പ്രൊവൈഡർ വെച്ചിട്ട് റാപ്പ് ചെയ്യാണ്. wrap. So we are wrapping this app component using the theme context provider. The theme context provider ഇവിടെ കണ്ടില്ലേ, import ആയിട്ടുണ്ട് from components context theme context.js. ഇവിടെ നമ്മുടെ മെയിൻ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മൾ ആദ്യം ക്രിയേറ്റ് കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്ത് ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ആൻഡ് ദെൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്, എല്ലാ കോമ്പോണൻസിലേക്കും ഈ ഒരു കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് app.jsxൽ ഈ നെയിം ബാറിനെ മൗണ്ട് ചെയ്യണം. സോ app.jsx എടുക്കുക. ആൻഡ് ദെൻ നെയിം ബാർ സ്നിപ്പറ്റ് ക്ലിക്ക് ചെയ്യുക. ആൻഡ് ദെൻ വി ക്യാൻ import that navbar from components navbar. and അതുപോലെ footer കൂടെ
ഇവിടെ മൗണ്ട് ചെയ്യാം. ഇനി ഇവിടേക്ക് നമ്മൾ അവിടെ പാസ് ചെയ്തിട്ടുള്ള ആ ഒരു ടോഗിൾ ഫംഗ്ഷൻ, അതായത് നമ്മൾ ഇവിടെ തീം കോണ്ടെക്സ്റ്റിൽ രണ്ട് വാല്യൂസ് പാസ് ചെയ്തിട്ടില്ലേ, ഒന്ന് തീമും ഒന്നൊരു ടോഗിൾ തീം ഫംഗ്ഷനും. സോ ആ ഒരു ടോഗിൾ തീം ഫംഗ്ഷൻ നമ്മൾ ഇവിടെ കോൾ ചെയ്തിരിക്കുകയാണ്. യൂസിങ് യൂസ് കോണ്ടെക്സ്റ്റ്. യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു തീം കോണ്ടെക്സ്റ്റ്, അതായത് കോമ്പണൻസിലെ കോണ്ടെക്സ്റ്റിനുള്ളിലുള്ള തീം കോണ്ടെക്സ്റ്റിനെ നമ്മളിവിടെ കോൾ ചെയ്തിരിക്കുകയാണ്. അത് നമ്മൾ യൂസ് കോണ്ടെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു ബട്ടൺ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വേണം നമ്മുടെ നെയിം ബാറിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറാൻ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഓൺ ക്ലിക്ക് ഇവന്റിൽ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാണ്, ടോഗിൾ തീം. സോ നമ്മുടെ ഈ ഒരു ആപ്പ് കോമ്പണന്റിലായിരിക്കും നമ്മുടെ ബട്ടൺ ഉണ്ടാവുക. ആൻഡ് ദെൻ നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നെയിം ബാറിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നെയിം ബാർ കോമ്പണന്റ് എടുക്കുക. ഇവിടെ നമുക്ക് എന്തിനെ തീം എന്ന് പറയുന്ന ആ ഒരു വാല്യൂ ഇവിടേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തെടുക്കുകയാണ് യൂസിങ് യൂസ് കോണ്ടെക്സ്റ്റ്. കണ്ടോ, തീം എന്നുള്ളത് നമ്മൾ ഇവിടേക്ക് എടുക്കുകയാണ്. യൂസ് കോണ്ടെക്സ്റ്റിന്റെ ഉള്ളിലായിട്ട് നമ്മുടെ ആ ഒരു തീം കോണ്ടെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ നമ്മൾ അവിടെ കോണ്ടെക്സ്റ്റിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തീം ഈ ഒരു നെയിം ബാർ കോമ്പണന്റിലേക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഡിവിന്റെ ഉള്ളിൽ എൻ്റർ സ്റ്റൈൽ, ഇൻ കേർലി ബ്രാക്കറ്റ്സ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളർ ആണ് നമ്മുടെ തീം. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഗ്രീൻ ആണ് കൊടുക്കുന്നതെങ്കിൽ നെയിം ബാർ ഗ്രീൻ ആവും, യെല്ലോ ആണെങ്കിൽ യെല്ലോ. അപ്പൊ നമ്മളിവിടെ തീം എന്ന് കൊടുത്താൽ അവിടെ എന്താണോ നമ്മൾ തീമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു കളറായിരിക്കും നമുക്ക് ഇവിടെ കാണാൻ പറ്റുക. അപ്പൊ ഇവിടെ ഞാൻ ഒന്നുകൂടെ പറയാണ്, ഇവിടെയാണ് നമ്മുടെ ബട്ടൺ ഇരിക്കുന്നത്. app.jsxലാണ് നമ്മൾ ബട്ടൺ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് നെയിം ബാർ കളർ എങ്ങനെ ചേഞ്ച് ആവും എന്നുള്ളത് നോക്കാം. ഞാൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഓ വാവ്, ബട്ടന്റെ കളർ ചേഞ്ച് ആയിരിക്കുകയാണ്. നമ്മൾ ഗ്രീൻ ടു റെഡ് ആണ് ചേഞ്ച് ചെയ്തിരുന്നത്. അപ്പോൾ കണ്ടില്ലേ, റെഡ് ആയി. ദെൻ അഗെയിൻ നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഗ്രീൻ ആവുകയാണ്. അങ്ങനെ ഒരു ടോഗിൾ തീം ഫംഗ്ഷൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിക്കൊണ്ടിരുന്നത് യൂസ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന റിയാക്ട് ഹുക്കിനെ പറ്റിയാണ്. റിയാക്ട് ഹുക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺസ്യൂം ദ കോണ്ടെക്സ്റ്റ് ഇൻസൈഡ് ഫങ്ഷണൽ കോമ്പണൻസ്. ഫങ്ഷണൽ കോമ്പണൻസിന്റെ ഉള്ളിൽ നമ്മൾ ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ കോണ്ടെക്സ്റ്റിൽ നിന്നും വാല്യൂസ് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു യൂസ് കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയും നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Shall we go to the next part? Next part is use layout effect. നിങ്ങൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സിമിലാരിറ്റി തോന്നുന്നുണ്ടാവും. നമ്മൾ ഈ ഒരു പേരിൽ മറ്റൊരു റിയാക്ട് ഹുക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. യെസ്, യൂസ് എഫക്റ്റ് ആയിരുന്നു അത്. സംഭവം അത് രണ്ടും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ബട്ട് ഡിഫറൻസ് എന്ന് പറയുന്നത്, ദ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് യൂസ് ലേഔട്ട് എഫക്റ്റ് ആയിരിക്കും ആദ്യം പ്രിന്റ് ആവുക. നമ്മുടെ ബ്രൗസറിൽ നമ്മൾ സ്ക്രീനിൽ ഒരു യൂസർ ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ കാണുന്നതിന് മുന്നേ തന്നെ യൂസ് ലേഔട്ട് എഫക്റ്റ് ആദ്യം പ്രിന്റ് ആവും. ആൻഡ് ദെൻ ഈ ഒരു UI അപ്ഡേറ്റ് ആവും. അതിന് ശേഷമായിരിക്കും നമ്മുടെ യൂസ് എഫക്റ്റ് വർക്ക് ആവുന്നത്. സോ ഇൻ കേസ് ഓഫ് യൂസ് ലേഔട്ട് എഫക്റ്റ് it runs before the browser paints the screen. But in the case of use effect, it runs after the browser paints the screen. നമ്മളിപ്പോൾ ഇവിടെ ഒരു പെർട്ടിക്കുലർ സിനാരിയോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു യൂസ് എഫക്റ്റ് യൂസ് ചെയ്തിട്ട് ടേബിളിന്റെ സ്റ്റൈലിംഗ് മാറ്റിയെന്ന് വിചാരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂസർ നമ്മുടെ ബ്രൗസർ നോക്കുന്ന ടൈമിൽ ചിലപ്പോൾ, അതായത് വളരെ മൈന്യൂട്ടായിട്ട് ആ ഒരു സ്റ്റൈലിംഗ് കാണുന്നതിന് മുന്നേ ഉള്ള, സ്റ്റൈലിംഗ് കൊടുക്കുന്നതിന് മുന്നേ ഉള്ള ഒരു ഓൾഡർ വേർഷൻ കാണാനുള്ള പ്രോബബിലിറ്റീസ് ഉണ്ട് ചെറുതായിട്ട്. പക്ഷെ നമ്മൾ യൂസ് ലേഔട്ട് എഫക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നമേ വരില്ല. കാരണം ബ്രൗസറിൽ
ആ ഒരു ടേബിൾ പ്രിന്റ് ആവുന്നതിന് മുന്നേ തന്നെ യൂസ് ലേഔട്ട് എഫക്റ്റ് വർക്ക് ആവും. സോ അതുകൊണ്ട് തന്നെ അതിന് ശേഷമായിരിക്കും യൂസർ നമ്മുടെ ആ ഒരു സ്റ്റൈലിംഗ് ഉള്ള ടേബിൾ കാണുന്നത്. നമുക്കിതിന്റെ ഒരു മെയിൻ ഡിഫറൻസ് പ്രാക്ടിക്കൽ സൈഡിൽ കൂടി ഒന്ന് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു യൂസ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ദെൻ അതിനുള്ളിലായിട്ട് ഒരു console.log മെസ്സേജ് പാസ് ചെയ്യാം. ഞാനിവിടെ യൂസ് എഫക്റ്റ് ആഫ്റ്റർ പെയിന്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പെയിന്റ് ചെയ്യുന്നതിന്റെ ശേഷമായിരിക്കും നമ്മുടെ യൂസ് എഫക്റ്റ് വർക്ക് ആവുന്നത്. ഒരു ഡിപ്പെൻഡൻസി എറേ കൊടുത്തിട്ടുണ്ട്, എംപ്റ്റി ഡിപ്പെൻഡൻസി എറേ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദെൻ അതുപോലെ ഒരു യൂസ് ലേഔട്ട് എഫക്റ്റും കൂടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ യൂസ് ലേഔട്ട് എഫക്റ്റ് ഇമ്പോർട്ട് ആയിട്ടുണ്ട്, അത് നിങ്ങൾ എൻഷുർ ചെയ്യുന്നു കേട്ടോ. ആൻഡ് ദെൻ നമ്മൾ ആ ഒരു യൂസ് ലേഔട്ട് എഫക്റ്റിലും ഒരു console.log മെസ്സേജ് കൊടുത്തിരിക്കുകയാണ്. യൂസ് ലേഔട്ട് എഫക്റ്റ് ബിഫോർ പെയിന്റ്. ഇനി നമ്മളിവിടെ ബ്രൗസറിൽ വന്ന് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ കാണാം യൂസ് ലേഔട്ട് എഫക്റ്റ് മെസ്സേജ് ആണ് പ്രിന്റ് ആയിരിക്കുന്നത് ആദ്യം തന്നെ, അല്ലേ? അതിനുശേഷമാണ് നമ്മുടെ യൂസ് എഫക്റ്റ് മെസ്സേജ് പ്രിന്റ് ആയിരിക്കുന്നത്. അതെന്താണ് അങ്ങനെ? നമ്മൾ ആദ്യം പ്രിന്റ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത് യൂസ് എഫക്റ്റിലെ മെസ്സേജ് ആണ്. ആൻഡ് ദെൻ നമ്മൾ യൂസ് ലേഔട്ട് എഫക്റ്റിലെ മെസ്സേജ് കൊടുത്തിരിക്കുന്നു. പക്ഷെ ഇവിടെ നമുക്ക് കാണാം പ്രിന്റ് ആയിരിക്കുന്നത് ആദ്യം യൂസ് ലേഔട്ട് എഫക്റ്റും ആൻഡ് ദെൻ യൂസ് എഫക്റ്റ് ആണ്. ഇതൊന്നുകൂടെ ക്ലാരിറ്റി വരണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കുഞ്ഞു പ്രാക്ടിക്കൽ കൂടെ നോക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ലേഔട്ട് എഫക്റ്റിലും യൂസ് എഫക്റ്റിലും കൺസോൾ മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് യൂസ് എഫക്റ്റിനെ തന്നെ ആദ്യം പ്രിന്റ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദെൻ അതൊക്കെ കഴിഞ്ഞിട്ട് മതി യൂസ് ലേഔട്ട് എഫക്റ്റ്. ഈ റിട്ടേണിന്റെ ഉള്ളിലായിട്ട് ഞാൻ കുറച്ച് ഫങ്ഷണാലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ UI കുറച്ച് ടൈം ലാഗ് ചെയ്തിട്ട് പ്രിന്റ് ആയാൽ മതി എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് വിൽ കാൽക്കുലേറ്റ് ഫോർ ലിറ്റിൽ സെക്കൻഡ്സ്. നമ്മളിപ്പോൾ ഇവിടെ റൈറ്റ് ചെയ്ത് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ യൂസ് എഫക്റ്റ് ആണ് ആദ്യം പ്രിന്റ് ചെയ്തിരിക്കുന്നത്, ആൻഡ് ദെൻ യൂസ് ലേഔട്ട് എഫക്റ്റ്, ആൻഡ് ദെൻ നമ്മുടെ ഈ ഒരു കാൽക്കുലേഷൻ. അങ്ങനെയല്ലേ? പക്ഷെ നമുക്ക് നോക്കാം ഏതാണ് ആദ്യം പ്രിന്റ് ആവുന്നത് എന്നുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ യൂസ് ലേഔട്ട് എഫക്റ്റിന്റെ മെസ്സേജ് ആണ് പ്രിന്റ് ആയിരിക്കുന്നത്. ആൻഡ് അതുപോലെ ഒരു യൂസ് എഫക്റ്റ് മെസ്സേജും പ്രിന്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ UI അപ്ഡേഷൻസ് കാണാം. നമ്മൾ കൊടുത്ത കാൽക്കുലേഷൻ അനുസരിച്ചിട്ടുള്ള വാല്യൂസ് ഇവിടെ പ്രിന്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു കൺസോൾ ഒന്ന് ക്ലിയർ ചെയ്യാം. ആൻഡ് ദെൻ ഒന്നുകൂടെ ലോഡ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, കണ്ടില്ലേ? ആദ്യം യൂസ് ലേഔട്ട് എഫക്റ്റിന്റെ മെസ്സേജ് പ്രിന്റ് ആയി, ദെൻ UI അപ്ഡേറ്റ് ആയി, ആൻഡ് ദെൻ നമ്മുടെ യൂസ് എഫക്റ്റ് പ്രിന്റ് ആയി. ഞാൻ ഒന്നുകൂടെ സ്ലോ മോയിൽ കാണിച്ചു തരാം. ലെറ്റ് മീ ക്ലിയർ ദ കൺസോൾ. നിങ്ങളിവിടെ ഫോക്കസ് ചെയ്ത് വെച്ചോട്ടോ. ഫസ്റ്റ് നമ്മുടെ 00 ആണ് വാല്യൂസ് തുടങ്ങുന്നത്. ആൻഡ് ദെൻ നമ്മൾ ലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യം യൂസ് ലേഔട്ട് എഫക്റ്റ്, ദെൻ UI അപ്ഡേറ്റ് ആയി, ആൻഡ് ദെൻ യൂസ് എഫക്റ്റ്. നമുക്ക് ഒന്നുകൂടെ റീവൈൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ വിചാരിക്കുന്നു നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുണ്ടാവും എങ്ങനെയാണ് ഇപ്പൊ ലോഡ് ആയിരിക്കുന്നത് എന്നുള്ളത്. ആദ്യം നമ്മുടെ യൂസ് ലേഔട്ട് എഫക്റ്റ്, ദെൻ UI, ദെൻ യൂസ് എഫക്റ്റ്. അപ്പൊ അതൊക്കെ അത്രേ ഉള്ളൂ. ഏതൊക്കെ? അല്ല, നമ്മുടെ റിയാക്ട് ഹുക്സേ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ത്രൂ ദ കമന്റ്സ്. എല്ലാവർക്കും ശുഭദിനം.